സാധാരണ ഇത് നമ്മൾ എയർപോർട്ടിൽ ഏതൊക്കെ ഭാഷയിലെ ഇത് കേൾക്കുക, അനൗൺസ്മെൻറ്റ് കേൾക്കുക, ഹിന്ദിയിലും ഇംഗ്ലീഷിലും. സാറേ ബംഗാളിയിൽ അനൗൺസ്മെൻറ്റ് നടത്താനുള്ള കാരണം ബംഗാളിലേക്ക് പോകുന്നത് വിമാനത്തിലാണ്. നിങ്ങളെപ്പോലെയുള്ള അഭ്യസ്തവിദ്യരായ ജനലക്ഷങ്ങൾക്ക് തൊഴിൽ നൽകാൻ ആ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി കേപ്പബിളാണ്. മറ്റൊരു ആനുകൂല്യം 6 മാസം കഴിഞ്ഞാൽ ഇവനും ഇവൻ്റെ അച്ഛനും ഇവൻ്റെ അമ്മയ്ക്കും ഇവൻ്റെ സിബ്ലിങ്സിനും ഇവൻ്റെ സ്പൗസിനും ഒക്കെ വിമാനയാത്ര ഫ്രീ ആയിരിക്കും. അവസാന വർഷം ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ മുന്നിലും കോളേജ് അധികാരികളുടെ മുന്നിലും പാരൻ്റെ മുന്നിലും ഒരു ചോദ്യമുണ്ട്, ഡിഗ്രി കഴിഞ്ഞിട്ട് ഇനി എന്ത് എന്നുള്ളത്. വെൽക്കം ടു ഗ്രോ ടോക്സ്. +2 ഡിഗ്രി കഴിഞ്ഞ എല്ലാവരും ഇന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് തന്നെ ജോലി നേടുക, വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ജോലി നേടുക എന്നുള്ളതാണ്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ നമ്മൾ പലരും അറിയാത്ത ഒരുപാട് ഇൻഡസ്ട്രികളുണ്ട്. ഇപ്പൊ ഞാൻ നേവിയിൽ ജോയിൻ ചെയ്ത് റിട്ടയർ ആയപ്പോഴും ഇന്ത്യൻ നേവിനെ കുറിച്ച് അറിയാത്ത ഒരുപാട് പേര് എൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പൊ അതുപോലെയാണ് നമുക്ക് പല കാര്യങ്ങളും നമ്മൾ അറിയുന്നില്ല. അങ്ങനെ ഒരു ഇൻഡസ്ട്രിയാണ് ഏവിയേഷൻ ഇൻഡസ്ട്രി. വളരെയധികം വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഒരുപാട് സാധ്യതകളുണ്ട്. അതിന് ഒരുപാട് ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ എന്തൊക്കെയാണ് ഏവിയേഷൻ മേഖലയിലെ ജോലി സാധ്യതകൾ? ഇതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനായിട്ട് അവാൻസോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് co-founder ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിസ്റ്റർ ഫിറോസ് തിക്കോടി നമ്മളുടെ കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം, എന്തൊക്കെയാണ് ഏവിയേഷൻ മേഖലയിലെ ജോലി സാധ്യതകൾ, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും, അതിന് എന്തൊക്കെയാണ് ക്രൈറ്റീരിയ, അതിൽ എത്രമാത്രം ഗ്യാരണ്ടി ഉണ്ട്, എന്ത് ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഫ്യൂച്ചറിസ്റ്റിക് ഓപ്ഷൻസ് എന്തൊക്കെയാണ് ആ മേഖലയിലുള്ളത്. അപ്പൊ നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം. വെൽക്കം ടു ഗ്രോ ടോക്സ്. താങ്ക് യു സാർ. നമുക്ക് ആദ്യം സാറിനെ പരിചയപ്പെടാം. ഇപ്പൊ അവാൻസോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സിന്റെ co-founder ആണ് താങ്കൾ. അപ്പൊ നമുക്ക് ആദ്യം താങ്കളെ കുറിച്ചും പരിചയപ്പെടാം, താങ്കളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചും പരിചയപ്പെടാം. എനിക്ക് ഈ അവസരം നൽകിയ സുബിലാൽ സാറിന് പ്രത്യേകം നന്ദി. എന്നെ പരിചയപ്പെടുന്നതിൽ വളരെ വലിയ സന്തോഷമുണ്ട്. ഞാൻ ഫിറോസ് തിക്കോടി. കഴിഞ്ഞ 24 വർഷമായി എഡ്യൂക്കേഷൻ മേഖലയിൽ വളരെ സജീവമായി നിലനിൽക്കുന്ന ഒരാളാണ്. അതിൻ്റെ ഭാഗമായി പല എഡ്യൂക്കേഷൻ സെക്ടറിലൂടെ യാത്ര ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഈ യാത്ര ഇവിടെ ഒന്ന് തൽക്കാലത്തേക്ക് പോസ് ചെയ്തിരിക്കുന്നു. അത് ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള, ലോകത്ത് 3-ാം സ്ഥാനത്ത് തൊഴിൽക്ഷമത നൽകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്. അപ്പോൾ നമ്മുടെ യുവത, നമ്മുടെ പഠിച്ചവർ, വിദ്യാഭ്യാസമുള്ളവർ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഒരു മേഖല എന്നത് അവർ ആഗ്രഹിച്ച അല്ലെങ്കിൽ അവരുടെ യോഗ്യതക്കനുസരിച്ചിട്ടുള്ള ഒരു തൊഴിലാണ്. ആ തൊഴിൽ അവർക്ക് കിട്ടാതിരിക്കാനുള്ള ധാരാളം കാരണങ്ങളുണ്ട്. അത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സ്ഥലത്താണ് ഇന്ന് അഭ്യസ്തവിദ്യരായ തൊഴിലില്ലാത്ത യൂത്തിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം ഇതിനകത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അവരർഹിക്കുന്ന അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന, പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രകാരം അവരർഹിക്കുന്ന ഒരു ജോലിയേക്കാൾ ഉപരി ശരിക്ക് ഒരുപാട് ഓപ്പണിങ്സ് ഉള്ള പല ഇൻഡസ്ട്രികളും ഇവിടെയുണ്ട്. ഇപ്പൊ നമ്മൾ ബിടെക് പഠിച്ചിട്ട് എഞ്ചിനീയർ ആകുന്നു, അല്ലെങ്കിൽ MBBS പഠിച്ച് ഡോക്ടർ ആകുന്നു. ഒരു പക്ഷേ ഇതിനേക്കാൾ കൂടുതലും ശമ്പളം മേടിക്കാൻ സാധിക്കുന്ന, എന്നാൽ അത്രയും ക്വാളിഫിക്കേഷൻ വേണ്ടാത്ത ഇൻഡസ്ട്രികളും ഉണ്ട്. അതിൽ ഒന്നാണ് ഏവിയേഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? ശരിയാണ്, തീർച്ചയായിട്ടും അത് ശരിയാണ്. ഞാനത് പറഞ്ഞു വന്നാൽ താങ്കൾക്കത് മനസ്സിലാവും, എന്നെ കേൾക്കുന്നവർക്കത് മനസ്സിലാവും. വെറും SSLC മാത്രം ഉള്ളവർക്ക് 1 വർഷം കൊണ്ട് ഡിപ്ലോമ നേടി, ഏവിയേഷനിൽ കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരമുള്ള ഡിപ്ലോമ നേടിയിട്ട് അവർക്ക് ഉന്നതമായ ജോലിയിലേക്ക് എത്താൻ പറ്റും. ഓർക്കണം, SSLC മാത്രം യോഗ്യതയുള്ളവർക്ക്. ഇനി +2 കഴിഞ്ഞവർക്കാണെങ്കിലോ അങ്ങനെ തന്നെയാണ്. ഇനി ഒരു ഡിഗ്രി കഴിഞ്ഞവർക്ക് 1 വർഷമൊന്നും പഠിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. വെറും 3 മാസത്തെ വളരെ ഇൻറ്റൻസീവായിട്ടുള്ള ട്രെയിനിങ് ഡിഗ്രി കഴിഞ്ഞാൽ ഏതെങ്കിലും വിഷയത്തിൽ, എനി ഡിഗ്രി, അത് ഓപ്പണോ ഡിസ്റ്റൻസിലോ ഓൺലൈനോ ആയിക്കോട്ടെ, ഏതെങ്കിലും UGC അംഗീകരിക്കപ്പെട്ട ഡിഗ്രി ഉള്ളവർക്ക് വെറും 3 മാസം കൊണ്ട്, അതിലേറെ വേണ്ടതില്ല, അവർക്ക് ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ നല്ല ജോലിക്ക് സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞത് ഒന്നും കൂടി സ്ട്രെസ് ചെയ്യുന്നു. വെറും SSLC ഉള്ളവർക്കും ഡിഗ്രി ഉള്ളവർക്കും PG ഉള്ളവർക്കും +2 ഉള്ളവർക്കും, അതായത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് SSLC മുതൽ PG വരെയുള്ള വിദ്യാഭ്യാസമുള്ളവരെയാണ്. കാരണം ഇന്ത്യയിൽ നമ്മുടെ സംസ്ഥാനങ്ങളെ മൊത്തം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പഠിച്ചവർ, ഏറ്റവും കൂടുതൽ PG ഉള്ളവർ, ഡോക്ടറേറ്റ് ഉള്ളവർ, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ഉള്ളവർ കേരളത്തിലാണ്. അതോടൊപ്പം തന്നെ അഭ്യസ്തവിദ്യരിലെ തൊഴിലില്ലായ്മയും മറ്റേത് സംസ്ഥാനത്തെക്കാളും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ. അവരുടെ മുന്നിലേക്കാണ് വലിയ ആയാസവുമൊന്നുമില്ലാതെ ഏവിയേഷൻ സെക്ടർ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്തിലെ ഏറ്റവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്.
നമ്മുടെ രാജ്യത്തിന് അതിന് വലിയൊരു പങ്കുണ്ട്. കാരണം ലോകത്തിലെ ഏറ്റവും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രോ ചെയ്തിരിക്കുന്ന മൂന്നാമത്തെ ഇൻഡസ്ട്രിയാണ് ഏവിയേഷൻ, അതായത് ഇന്ത്യൻ ഏവിയേഷൻ. ധാരാളം കാരണങ്ങൾ അതിന് പറയാനുണ്ട്. അപ്പോൾ SLC മാത്രമുള്ളവർക്ക് അവർ വിചാരിക്കും, SLC കഴിഞ്ഞ ആൾക്കാർ വിചാരിക്കുന്നത് എനിക്ക് SLC മാത്രമല്ലേ ഞാൻ കഴിഞ്ഞുള്ളൂ, എനിക്കിനി എന്ത് ജോലിയാണുള്ളതെന്ന്. അവരുടെ മുന്നിൽ വലിയൊരു ആകാശത്തോളം വലുപ്പമുള്ള, അത്രയും വ്യാപ്തിയുള്ള, അത്രയും സങ്കീർണമായ തന്നെ പറയാം അങ്ങനെയുള്ളൊരു ഏരിയയിലേക്ക് SSLC കഴിഞ്ഞവർക്കും കയറി വരാം, +2 കഴിഞ്ഞവർക്കും കയറി വരാം, ഡിഗ്രി കഴിഞ്ഞവർക്കും കയറി വരാം, ഏത് PG കഴിഞ്ഞവർക്കും വരാം, ഡോക്ടറേറ്റ് ഉള്ളവർക്കും വരാം. ഏവിയേഷനിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ രക്ഷിതാക്കളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും പേരൻസ് മാർക്കറ്റ് അപ്ഡേറ്റഡ് അല്ല. കാരണം പേരൻസിന്റെ ഒരു യൂത്ത് ആ ഒരു ഏജ് കഴിഞ്ഞാൽ അവർ ജോലിയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അവർ അവരുടേതായ ഒരു ലോകത്താണ്. പക്ഷേ മാർക്കറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, IT റെവല്യൂഷൻ, ഇന്ന് AI റെവല്യൂഷൻ. അപ്പോൾ ഈ ഓരോ റെവല്യൂഷനിലും ഇൻഡസ്ട്രിയിലെ ജോബ് ഓപ്പണിങ്സ് മാറുകയാണ്, മാർക്കറ്റിന് നീഡ് മാറുന്നതിനനുസരിച്ച് ഓപ്പർച്യൂണിറ്റീസ് മാറും. ഇതിനെക്കുറിച്ച് ഒരു സാധാരണ പാരന്റ് അവെയർ അല്ല. അപ്പോൾ ഈ കുട്ടികളെ അവരെ എപ്പോഴും ഗൈഡ് ചെയ്യുന്നത് അവരുടെ ആ പഴയ അവരുടെ ടൈമിൽ ഉണ്ടായിരുന്ന നോളജ് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ കരിയർ കൺസൾട്ടൻസിന്റെ സപ്പോർട്ട് അതും വളരെ കുറവാണ്, അത് വെച്ചിട്ടാണ് കുട്ടികളെ നമ്മൾ ഗൈഡ് ചെയ്യുന്നത്. ദ പ്രോബ്ലം ഈസ് കുട്ടികൾക്ക് അതുമായിട്ട് കണക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവർ ജീവിക്കുന്നത് ലേറ്റസ്റ്റ് ജനറേഷൻ ട്രെൻഡിലാണ്. അപ്പൊ ഇവിടെ ഒരു വലിയ ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും, ഇവിടെ ഈ കുട്ടികൾ പാരന്റ്സിന്റെ പ്രഷറും മാർക്കറ്റിലെ അവരുടെ ആഗ്രഹങ്ങളും അവർക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസും തമ്മിൽ മാച്ച് ചെയ്യാതെ വരുമ്പോൾ അവര് ഒന്നും ചെയ്യാതെ ഒരു അവരുടെ കരിയർ മോശമാകുന്ന രീതിയിലേക്ക് ലൈഫ് സ്റ്റൈലും ഒക്കെ മാറി കൂട്ടുകെട്ട് മാറുന്നു. അങ്ങനെ പലതും സംഭവിക്കുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഒരു പോഡ്കാസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഏവിയേഷൻ ഇൻഡസ്ട്രിയുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് ആ മേഖലയെ കുറിച്ച് അറിയാം. ഫ്ലൈ ചെയ്യുന്നവന്റെ ലൈഫും അതിന്റെ ഓപ്പർച്യൂണിറ്റിയും എത്ര വിശാലമായ വേൾഡ് കറങ്ങി തീർക്കാൻ പറ്റുന്നൊക്കെ. ബട്ട് ഇത് ജനങ്ങൾക്ക് പലർക്കും അറിയില്ല. അപ്പൊ ഇവിടെ ശരിക്കും നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, എന്തൊക്കെ ഓപ്പണിങ്സ് ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്ലോസ്ഡ് ഒരു മൈൻഡ് സെറ്റിന്റെ പുറത്തേക്ക് കടന്ന് വിശാലമായി ചിന്തിക്കുന്ന പേരൻസിന് അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ നല്ല ഓപ്പർച്യൂണിറ്റികൾ കണക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് നമ്മുടെ പ്രൈമറി പർപ്പസ് ഓഫ് ദിസ് കോൺവെർസേഷൻ. ഇനി നമുക്ക് ഏവിയേഷനിലേക്ക് വരാം. ഏവിയേഷനിൽ ഇപ്പോൾ സാറ് പറയുന്നുണ്ട് ഏവിയേഷനിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഒന്ന് ക്രിസ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമോ, എന്താണ് അവിടെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ്? ഇപ്പോൾ 10th 12th ഗ്രാജുവേഷൻ കഴിഞ്ഞ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഇവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് തമ്മിൽ എന്താണ് ആക്ച്വലി വ്യത്യാസം? അത് ഒന്ന് പറയണം. അതോടൊപ്പം തന്നെ എത്രത്തോളം നമുക്കിവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ നോക്കി കഴിഞ്ഞാൽ ഗവൺമെന്റ് ജോലി ഇത്രയും ഓപ്പണിങ്സ് ഉണ്ട്, ബാങ്ക് എല്ലാ വർഷവും ഇത്ര ഓപ്പണിങ്സ് ഉണ്ടെന്ന് പബ്ലിഷ് ചെയ്യുന്നു. അതുപോലെ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ എത്രത്തോളം ഓപ്പണിങ്സ് ഉണ്ട്? ഓക്കെ, എനിക്കിത് പറയാൻ വളരെ സന്തോഷമുണ്ട് ഇതിൻ്റെ ഉത്തരം. സാറ് പറഞ്ഞ ആ ഗ്യാപ്പാണ് ഇതിലേറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി. മറ്റൊന്ന് ഇതിലുള്ള രക്ഷിതാക്കളുടെയും ഈ പഠിതാക്കളുടെയും ജോബ് ആസ്പിറൻസിൻ്റെയും അവയർനെസ് മതിയാവാത്ത ഒരു അവസ്ഥയാണ്. അപ്പം വ്യക്തമായൊരു അവയർനെസ് ഇല്ലായ്മയും അതിനകത്തുണ്ട്. അപ്പോൾ ഈ പാരൻ്റ് ആയാലും ഞാനൊരു പാരൻ്റാണ്. അപ്പോൾ പാരൻ്റ് എന്നുള്ളൊരു രീതിയിൽ ഞാൻ എൻ്റെ കുട്ടിക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും സെക്യൂർഡ് ആയിട്ടുള്ള, ഏറ്റവും സേഫ് ആയിട്ടുള്ള, ശമ്പളമൊക്കെ അത്യാവശ്യമൊക്കെ ചെറിയൊരു ശമ്പളമൊക്കെ ഉണ്ടായാലും മതി, ഒരു ലീനിയറായിട്ട് പ്രോഗ്രസ് ചെയ്യുന്ന ഓരോ വർഷം തോറും ശമ്പളം കൂടുന്ന സർക്കാർ സംവിധാനത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് കുറേ പറയാനുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ സർക്കാർ ജോലി കിട്ടിയ ഒരാളാണ്. അത് പറയുന്നതിൽ സന്തോഷമുണ്ട്. ഇപ്പോൾ സർക്കാർ എംപ്ലോയിയും അല്ല. അപ്പോൾ സർക്കാരിൽ എന്ന് പറയുന്നത്, സർക്കാരിൽ ഒരാൾക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ സ്കില്ലിനോ, എല്ലാ സർവീസിലും അല്ല, മോസ്റ്റ് ഓഫ് ദി സർവീസസ്, അവൻ്റെ സ്കില്ല്, അവൻ്റെ സ്മാർട്ട്നെസ്, അവൻ്റെ എംപ്ലോയബിലിറ്റി, അതിന് വലിയ സ്ഥാനം ഒന്നും തന്നെ ഇല്ല. ഇവിടെ ഒരു PG കഴിഞ്ഞ ഒരാൾ LD ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്നു. SSLC മാത്രം യോഗ്യതയുള്ള ഒരാൾ LD ക്ലർക്കായിട്ട് ജോലി ചെയ്തു. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോൾ അത് +2 ആണെങ്കിലും മുമ്പ് SSLC യോഗ്യതയുള്ള ആൾ തന്നെയാണ്. അപ്പോൾ SSLC യോഗ്യത ഉള്ള ആളെ അപേക്ഷിച്ചിട്ട് PG കഴിഞ്ഞ ഒരാൾക്കോ ഡോക്ടറേറ്റ് കഴിഞ്ഞ ഒരാൾക്കോ കൂടുതൽ ശമ്പളം ഒന്നും തന്നെ ഇല്ല, ഇൻക്രിമെൻ്റ് ഒന്നും തന്നെ ഇല്ല. അവർ മാനേജ് ചെയ്യേണ്ട പോർട്ട്ഫോളിയോ, ജോബിൻ്റെ പോർട്ട്ഫോളിയോയും ഡിഫറൻ്റ് അല്ല. അതിൽ നിന്നൊക്കെ മാറി കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളിത് എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ +2 കഴിഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് ഇനി ആ കൺവെൻഷനായിട്ടുള്ള ഡിഗ്രി വേണ്ട, ഒരു കാര്യവുമില്ല. അപ്പോൾ എന്താ കാര്യമില്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ഞങ്ങളുടെ മുന്നിൽ കാണാനുണ്ട് ഇവർ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ വലിയ രീതിയിൽ പഠനം നടത്തിയിട്ട് ഇപ്പോഴും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ വരാന്തയിലും PSC എഴുതിയിട്ട് 30-35 വയസ്സൊക്കെ ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മറ്റൊരു കാര്യം ഇതിൽ മനസ്സിലാക്കാനുണ്ട്, വളരെ വിഷമകരമായ ഒരു കാര്യമാണ്. അതായത് കേരളത്തിൽ ഒരാൾക്കൊരു സർക്കാർ ജോലി കിട്ടുന്നതിൻ്റെ ശരാശരി പ്രായം 30-31 ആണ്. അതുവരെ ഇവർ ജീവിതം ഇങ്ങനെ തള്ളി നീക്കുകയാണ്. അവസാനത്തെ ലാസ്റ്റ് റിസോർട്ടാണ് ശരിക്ക് ഈ
PSC പോലെയുള്ള ഗവൺമെൻറ് പരീക്ഷ. സാർ നേരത്തെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ ലാസ്റ്റ് റിസോർട്ട് ഞാൻ പറയാനുള്ള കാരണം, ഒരാൾ ഡിഗ്രി കഴിയുന്നു, ഉദാഹരണത്തിന് BCom കഴിഞ്ഞു. BCom കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് തോന്നുന്നത് BCom ചുറ്റുപാടും എല്ലാ ആൾക്കാർക്കും BCom ഉണ്ട്. അപ്പോൾ ഞാനെന്ത് ചെയ്യണം? എൻ്റെ ജോബ് മാർക്കറ്റിൽ എൻ്റെ ഒരു പ്രോസ്പെക്റ്റിനെ ഞാൻ മുന്നോട്ട് വെക്കുമ്പോൾ എനിക്ക് BCom പോരാ, കോമ്പറ്റീഷൻ വളരെ സ്റ്റിഫാണ്. അങ്ങനെ ഞാൻ MCom പഠിച്ചു. MCom പഠിച്ചാൽ കംപ്ലീറ്റ് MCom തന്നെ കാണാം. കാരണം നമ്മൾ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് അതാണല്ലോ നമ്മൾ ചുറ്റും കാണാമെന്നുള്ളൊരു ലോ ഉണ്ടല്ലോ. അപ്പോൾ MCom കാണും. അപ്പോൾ MCom കഴിഞ്ഞാൽ അടുത്ത് ചെയ്യാൻ പോകുന്നത് SAP പോലെയുള്ള കുറേ അക്കൗണ്ടൻസിയുടെ കോഴ്സുകളും പഠിക്കും. ഇങ്ങനെ ഒരാൾ ഇപ്പോൾ സാറിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ആൾക്കാരുടെ മുന്നിൽ വന്നാൽ നമ്മൾ ചോദിക്കുന്നത്, നിനക്ക് ഒരു മാസത്തെ MCom കഴിഞ്ഞ് SAPും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിരിക്കുന്നു, അവനോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ അവളോട് ഞാൻ ചോദിക്കുകയാണ്, എനിക്കൊരു കടയുണ്ട്, ആ കടയുടെ ഒരു മാസത്തെ വരവ് ചെലവ് കണക്കുകൾ ഞാൻ നിനക്ക് നൽകാം, നീ ഒന്ന് സമയമെടുത്തൊരു ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ ഒരു ട്രയൽ ബാലൻസ് ഒരു കണക്കുണ്ടാക്കി തരുമെന്ന് വെച്ചാൽ അതറിയില്ല. ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസം നേരിടുന്ന ഏറ്റവും വലിയ ചാലഞ്ച്. അതാണ്, അത് പരിമിതിയും അതാണ്, അതിൻ്റെ ചാലഞ്ചും അതാണ്. കാരണം നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ സമ്പ്രദായം ഇപ്പം കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. സമ്പ്രദായം എന്ന് പറയുന്നത് പഠിപ്പിക്കുക എന്നുള്ളതാണ്, നോളജാണ്. നോളജ് തിയറിറ്റിക്കലാണ്. അതിൻ്റെ ആ പ്രാക്ടിക്കൽ സെൻസിൽ പ്രാഗ്മാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒന്നും പഠിപ്പിക്കുന്നില്ല. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായവും മറ്റു രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ സമ്പ്രദായം പ്രധാനപ്പെട്ട വ്യത്യാസം അത് തന്നെയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. ഇപ്പോൾ ഒരാൾ ഒരു കോളേജിൽ നിന്ന് MBA കഴിയുന്നു, ഇതേ മറ്റൊരുത്തൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ നിന്ന് MBA കഴിയുന്നു. ഞാൻ കൂടുതൽ പറയണ്ടല്ലോ അതിൻ്റെ വ്യത്യാസം. അതായത് ഈ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് MBA കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി, ഒരു ജോബ് ആസ്പിറൻറ്റ് ജോബ് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത് ജോബ് തേടിക്കൊണ്ടാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ എംപ്ലോയിയെ തേടി ഇവരുടെ ഗേറ്റിൻ്റെ മുന്നിൽ അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ വന്ന് നിൽക്കും. അങ്ങനെയുണ്ട്. അങ്ങനെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. പക്ഷേ അവിടെ ഒന്നും സാധാരണക്കാരായുള്ള ഒരു ലേമൻസിന് അത്ര പ്രാപ്യമല്ല. കാരണം എന്ന് പറഞ്ഞാൽ പ്രാപ്യമല്ലാതിരിക്കാനുള്ള കാരണം അവർ അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഇല്ലായ്മയാണ്, ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ല. കാരണം ഇൻ്റലിജൻറ്റ് വൈസ് പ്രത്യേകിച്ച് കേരളീയർ വളരെ സ്മാർട്ടാണ്. പക്ഷേ സ്കിൽ എന്ന് പറയുന്നത് അവരുടെ അടുത്തുകൂടെ പോലും പോയിട്ടില്ല എന്നാണ്. കാരണം അത് തെറ്റല്ല, അവർ വളർന്നു വന്നത് അങ്ങനെയാണ്. അങ്ങനെയുള്ളൊരു ജനറേഷനാണ് ഞാൻ സാറ് നേരത്തെ പറഞ്ഞ പാരൻറ്റിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഈ കുട്ടിയുള്ളത്. അത് എന്തോ വിദ്യാഭ്യാസമായിക്കോട്ടെ. ഇപ്പോൾ BCom കഴിഞ്ഞ, നേരത്തെ പറഞ്ഞ ഉദാഹരണത്തോട് ചേർത്ത് വെച്ച് പറയാം, BCom കഴിഞ്ഞ ഒരാളിൽ നിന്ന് MCom കഴിഞ്ഞ ഒരാളുടെ നോളജ് ലെവൽ ഒരു മാറ്റവുമില്ല. ചിലപ്പം BCom കഴിഞ്ഞ ഒരാൾ തന്നെയാണ് ഒരു എംപ്ലോയർ ചിലപ്പോൾ ജോബിന് വേണ്ടി സെലക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഒരു വിരോധാഭാസം ഇതിൻ്റെ ഉള്ളിലുണ്ട്. അത് നമ്മളൊരു ലീനിയറായിട്ട് ഇങ്ങനെ പോവുകയാണ്. SSLC, +2, ഡിഗ്രി, PG എന്തെല്ലാം പഠിക്കാനുണ്ടോ അതെല്ലാം പഠിക്കും. എന്നിട്ട് അവസാനം പല ജോലിയിലും പോകും. അവസാനം ഇനി ഒരു രക്ഷയുമില്ല. ഇനി എന്താ ശരണം? ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ ബാങ്ക് ജോലി ഇതെല്ലാം മതി. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ അത്രത്തോളം സമ്പാദ്യമൊന്നും തന്നെയില്ല. ഖജനാവൊക്കെ കാലിയാണ്, നമുക്കറിയാമല്ലോ. അത്രത്തോളം ഗവൺമെൻറ് ആവശ്യമില്ല ഗവൺമെൻറ്റിന്. കുറച്ച് ഞാനൊക്കെ പഠിക്കുന്ന കാലത്തുള്ള ബാങ്കിങ് സെക്ടർ ഭയങ്കരമായിരുന്നു. ഇപ്പം ബാങ്കിങ് സെക്ടറൊക്കെ മാറി, എല്ലാം മാറിയിരിക്കുന്നു. ഇപ്പോൾ കുറച്ച് സർക്കാർ സംവിധാനത്തിലേക്ക് വരുമ്പോൾ കേരളത്തിനെ മാറ്റി നിർത്തി പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് കുറച്ച് ഇന്ത്യൻ സിവിൽ സർവീസ് പോലെയുള്ള സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ. പിന്നെ സാറ് പറഞ്ഞ ആംഡ് ഫോഴ്സിൻ്റെ വിഷയം, അതിന് മറ്റൊരു ക്രൈറ്റീരിയയാണ്. അത് നമ്മുടെ ഒരു ബ്രെഡ് ആൻഡ് ബട്ടർ അല്ല, ഒരു ഹോട്ട് കേക്ക് ആയിട്ടുള്ള ഒരു പ്രോസ്പെക്റ്റ് ആ ജോബിനില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് പറയുന്നത്, അക്കാദമിക്കലി വളരെ ക്വാളിഫൈഡ് ആണ് കേരളക്കാർ. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ അവരർഹിക്കുന്ന ഒരു പരിധി കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്ന ഒരു മികച്ച ജോലി കിട്ടാനുള്ള എംപ്ലോയബിലിറ്റിയോ അതിനെ ചേർത്ത് വെക്കുന്ന കോംപ്ലിമെൻ്റ് ചെയ്യുന്ന സ്കില്ലോ വിദ്യാഭ്യാസം കൊണ്ട് അവർ നേടിയിട്ടില്ല. പക്ഷേ നമ്മൾ ഈ സ്കില്ല് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ, ആ ട്രെയിനിങ്ങിലേക്ക് കൊണ്ടുവന്നാൽ, ഞങ്ങളുടെ വിഷയത്തിലേക്ക് വരികയാണ്, ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മറ്റേത് സംസ്ഥാനത്തെ കുട്ടികളെക്കാളും മനസ്സിലാക്കാനുള്ള കാലിബറും ടാലൻറ്റും അവർക്കുണ്ട്. ആ ടാലൻറ്റിനെ കണ്ടെത്തി അവരെ സ്ക്രീൻ ചെയ്ത് അവരെ കൗൺസിലിംഗ് ചെയ്തിട്ട് നമ്മൾ ഈ ഏവിയേഷൻ ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്ന സ്കിൽ സെറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഇവരിലേക്ക് അങ്ങ് പെനിട്രേറ്റ് ചെയ്യുന്നു. അവർക്ക് ഒരു ബ്ലെൻഡ് ഉണ്ടാക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ജോലി കിട്ടുന്നു. കാരണം അവർ ഓൾറെഡി ടാലൻറ്റഡ് ആണ്. പക്ഷേ അവർക്ക് എന്ത് ടാലൻ്റാണ്, അത് ഡൈവേഴ്സിഫൈഡ് ആണോ, അതിനൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് അതിനെ പരിവർത്തിപ്പിക്കാൻ പറ്റുമോ, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ഈ ജോലി എന്നുള്ള സംഭവം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു SSLCയുടെ വിഷയം. SSLC കഴിഞ്ഞവർക്ക് ഇപ്പം പ്രത്യേകിച്ച് ജോലി സാധ്യതകളൊന്നും തന്നെ ഇല്ല. ഏറ്റവും ലാസ്റ്റ് ഗ്രേഡ് സർവീസിന് SSLC ജയിച്ചാൽ എടുക്കാൻ പറ്റില്ല. LD ക്ലർക്ക് പോലെയുള്ള ഏറ്റവും ലോവർ ഡിവിഷൻ ക്ലർക്ക് തന്നെയാണല്ലോ, പോസിറ്റീവ് സെൻസിൽ ലോവറാണ്. അപ്പോൾ അവർക്ക് വരും യോഗ്യത +2 ആയ കാലഘട്ടത്തിൽ SSLCക്കാർക്ക് ഒരു യോഗ്യത ഇല്ല, ഒരു ജോബ് ഓപ്പണിംഗ് ഇല്ല. പക്ഷേ
അതിനും പരിഹാരമുണ്ട് എന്നുള്ളതാണ്. SLC കഴിഞ്ഞത് കൊണ്ട് മാത്രം ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ജോലി കിട്ടില്ല. മിനിമം +2 യോഗ്യത വേണം. അത് ഏവിയേഷൻ്റെ കേന്ദ്ര ഗവൺമെൻറ് ഒരു നിയമ സംവിധാനവും നയവും അത് തന്നെയാണ്. പക്ഷേ എന്താ, ഇവൻ SLC ജയിച്ചിട്ടുണ്ടല്ലോ, ജയിച്ച ഒരാൾക്ക് +2 ഇല്ലാത്തത് കൊണ്ട് ജോലി അന്യമാവാൻ പാടില്ല. അതിനുവേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഉണ്ടാക്കിയ പരിപാടികളുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്, NIOSൻ്റെ +2 ഏത് സാധാരണക്കാരനും 6 മാസം കൊണ്ട് എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, ഇവർ ഒരു വർഷത്തെ കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരമുള്ള ഡിപ്ലോമയ്ക്ക് വേണ്ടി SSLCക്കാരെ എടുക്കുന്നു. അവർക്ക് NIOSൻ്റെ +2 അവരുടെ ഡിപ്ലോമ കോഴ്സിൻ്റെ കൂടെ നൽകുന്നു. ആദ്യം അവർ +2 പാസ്സാകുന്നു, അതിനുശേഷം ഡിപ്ലോമ പരീക്ഷ എഴുതുന്നു. പരീക്ഷ എഴുതിന് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മന്ത് മറ്റൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അവർ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് കയറുന്നു. നോക്കണം. അപ്പോൾ SLC കഴിഞ്ഞ് എത്ര പേരുണ്ട്? അവിടെ ഒരു പ്രായപരിധി ഒരു വിഷയമുണ്ട്. ഒരു 27-28 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് പറ്റുള്ളൂ. അതും നമുക്ക് പോസിറ്റീവാണ്. കാരണം ലോക ജനസംഖ്യയിൽ നമ്മളിപ്പോൾ 1-ാം സ്ഥാനത്താണ്. ചൈനയെ മറികടന്നിരിക്കുന്നു. അതല്ലെങ്കിൽ നമ്മൾ മറികടക്കും, അങ്ങനെയാണ്. പക്ഷേ ലോകത്തിലുള്ള മറ്റ് ഏത് രാജ്യങ്ങളെക്കാളും, ചൈന, ജപ്പാൻ, എല്ലാ സമ്പന്ന വികസിത G8 രാജ്യങ്ങളിലേക്കാളും ഏറ്റവും കൂടുതൽ നമ്മുടെ ജനസംഖ്യയ്ക്ക് ഡെമോഗ്രാഫിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം നമ്മുടെ 70% ജനസംഖ്യ യൂത്താണെന്നുള്ളതാണ്. അതാണ് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് മാർക്കറ്റ്. അതുകൊണ്ട് എല്ലാ ആൾക്കാരും, എല്ലാ ഇൻഡസ്ട്രിക്കാരും ഇന്ത്യക്കാരെയാണ്, ഇന്ത്യൻ യൂത്തിനെയാണ്. മറ്റുള്ളവരൊക്കെ കിഴവന്മാരാണ്. അവരുടെ ജോലി സമയമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ ഈ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് യൂത്തിന് SLC കഴിഞ്ഞ ഒരാളാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ പരിപാടിയിലൂടെ ആർക്കും ജോലിക്ക് കയറാൻ പറ്റും. ഇനി +2 കഴിഞ്ഞാലോ? +2 കഴിഞ്ഞാൽ കുട്ടികൾ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഇതിനോട് താല്പര്യമില്ല, ഡിഗ്രി പോവണ്ട, ഡിഗ്രി എന്തിനാണ് സാർ? അപ്പോൾ ഞങ്ങൾ പറയും, മോനെ അങ്ങനെയല്ല, ഡിഗ്രി വേണം. കാരണം ഉയർന്ന് മുന്നോട്ട് പോകാൻ വേണം. ഒരുത്തൻ്റെ സ്വപ്നം ഇന്ത്യൻ സിവിൽ സർവീസിൽ, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആണെങ്കിൽ അവന് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി കഴിയാൻ നിർബന്ധമാണ്. അവിടെ നീ ഡിഗ്രി കഴിയണം. എനിക്ക് പറ്റില്ല, എനിക്ക് വേഗം ജോലിക്ക് കയറണം. എത്ര വയസ്സുള്ള പയ്യനാണ് പറയുന്നത്? 18 വയസ്സുള്ള പയ്യനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 18 വയസ്സുള്ളൊരു പയ്യൻ ഒരു വർഷം ഡിപ്ലോമ കഴിഞ്ഞിട്ട് 19ാമത്തെ വയസ്സിൽ മോശമല്ലാത്തൊരു ശമ്പളം വാങ്ങുന്നൊരു ആൾ, ആലോചിച്ച് നോക്കൂ, ഞെട്ടിപ്പോകും. പാരൻറ്റും ഞെട്ടും, കുട്ടിയും ഞെട്ടും, ഞാൻ കേൾക്കുന്ന ഞാനും നിങ്ങളും ഞെട്ടും. 19ാമത്തെ വയസ്സിൽ, അതും വളരെ ഗ്രോയിങ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ ഒരു ജോലിയോ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു 30, 29, 28 വയസ്സിലാണ് ജോലി കിട്ടുന്നുള്ളൂ. അപ്പം 19ാമത്തെ വയസ്സിൽ +2 മാത്രം യോഗ്യതയുള്ള, നേരത്തെ പറഞ്ഞതുപോലെ SLC ഈ +2 കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് ജോബ് കിട്ടും. പക്ഷേ അവരുടെ ഡിഗ്രി എന്നുള്ള സ്വപ്നത്തിനെ നമ്മൾ അതിനെ പോസിറ്റീവ് സെൻസിൽ കണ്ടുകൊണ്ട് ഇവർക്ക് ഞങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, UGCയുടെ നിയമപ്രകാരം ഇന്ത്യയിൽ ഓഫ്ലൈനിൽ പഠിച്ചാലും ഓൺലൈനിൽ പഠിച്ചാലും ഡിസ്റ്റൻസിൽ പഠിച്ചാലും ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാലും യാതൊരു വ്യത്യാസവുമില്ല. ശ്രദ്ധിക്കണം, UGC അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റി എന്നായിരിക്കണം. ഏതെങ്കിലും തട്ടുംപുറത്തെ യൂണിവേഴ്സിറ്റി ആയിട്ട് കാര്യമില്ല. അത് ഞാൻ പറയാൻ കാരണം പ്രത്യേകം കാരണമുണ്ട്. ഏറ്റവും കൂടുതൽ വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുന്ന, അത് വാങ്ങിയിട്ട് ജോലിക്ക് വേണ്ടി അലഞ്ഞു തിരിയുന്ന യുവാക്കളുടെ സംസ്ഥാനം കൂടിയാണ് നമ്മുടേത്. മറ്റേത് സംസ്ഥാനത്തേക്കാളും ഇഷ്ടംപോലെ വളരെ ചുരുങ്ങിയ പൈസ കൊണ്ട് എല്ലാ സർട്ടിഫിക്കറ്റും നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചോളം ഞങ്ങൾ കുട്ടികളോട് പറയും, നിങ്ങൾ +2 ജയിച്ച കുട്ടികളാണെങ്കിൽ, SLC മാത്രമുള്ളവരാണെങ്കിൽ +2 എടുക്കാൻ വേണ്ടി പറയും. +2 ജയിച്ച കുട്ടികളോട് ഞങ്ങൾ പറയും, അതൊരു ബിസിനസ്സിൻ്റെ ഒരു നല്ലൊരു അവസ്ഥയാണ്. അവരോട് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ ഒരു കൊല്ലം ഈ ഡിപ്ലോമ പഠിക്കൂ. ഇതെൻ്റെ എല്ലാ പാരൻസും ശ്രദ്ധിക്കണം, കുട്ടികളും ശ്രദ്ധിക്കണം. കുട്ടികൾ എന്താ നോക്കുന്നത്? ഞങ്ങൾക്ക് ഡിഗ്രിക്ക് പോകാൻ പറ്റില്ല, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജോലി വേണം, കുടുംബത്തിനെ പോറ്റണം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ. പാരൻ്റ് എന്താ ഉദ്ദേശിക്കുന്നത്? എൻ്റെ മോന്, എൻ്റെ മകൾക്ക് എല്ലാവരും പെട്ടെന്ന് തന്നെ ജോലി കിട്ടണം. അതൊരു 25 വയസ്സായാലും അതുവരെ ഞാൻ നോക്കിക്കോളും, ഞാനൊന്ന് വയ്യാതിരിക്കുമ്പോൾ എന്നെ നോക്കുന്ന ഒരു കുട്ടിയാലാണ് എൻ്റെ ഉദ്ദേശം എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നതൊക്കെ പറയാം. പക്ഷേ ഇവർ രണ്ടാളെയും ഒരേപോലെ ഞെട്ടിച്ചുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് SLC കഴിഞ്ഞവൻ ഇങ്ങനെ പോകാം, +2 കഴിഞ്ഞവനോട് ഞങ്ങൾ പറയും, നീ ഒരു വർഷത്തെ ഡിപ്ലോമയ്ക്ക് ജോയിൻ ചെയ്യൂ, കേന്ദ്ര ഗവൺമെൻറ് ഡിപ്ലോമയ്ക്ക്. അത് കഴിഞ്ഞാൽ നിനക്ക് 19ാമത്തെ വയസ്സിൽ നിനക്ക് ജോലി കിട്ടും. ഈ +2 ജയിച്ചതുകൊണ്ട് അവനെ ഞങ്ങൾ UGC അംഗീകാരമുള്ള ഏതെങ്കിലും IGNO പോലെയുള്ള, ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പോലെ ഡിഗ്രിക്ക് ഓൺലൈനായിട്ട് പഠിപ്പിക്കും, അവൻ്റെ സമ്മതത്തോടെ, അവൻ്റെ പാരൻ്റ് സമ്മതത്തോടെ. അപ്പോൾ 19ാമത്തെ വയസ്സിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ആ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ആ ജില്ലയിലോ ജോലി കിട്ടുന്ന ചങ്ങാതി ഈ പയ്യനായിരിക്കും. അപ്പോൾ 19ാമത്തെ വയസ്സിൽ ജോലി കിട്ടി. ഇവൻ ഡിഗ്രിക്ക് ഓൺലൈനായിട്ട് അതിൻ്റെ കൂടെ തന്നെ രജിസ്റ്റർ ചെയ്തു. പിന്നെ ഡിഗ്രി കഴിയുന്ന സമയം നമുക്കറിയാമല്ലോ, 21, 22 വയസ്സിൽ. 21ാമത്തെ വയസ്സിൽ ഇവൻ എയർപോർട്ടിൽ ഡയറക്റ്റായിട്ട് ഏവിയേഷനിൽ എയർലൈൻ കമ്പനിയിൽ 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് നേടിയിട്ട് ഏറ്റവും മിനിമം 2 പ്രൊമോഷനായി നിൽക്കും ഇവൻ ഡിഗ്രി കഴിയുന്ന സമയത്ത്. ഇവിടെ എന്താ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്? ഡിഗ്രി കഴിഞ്ഞ് ചങ്ങാതി PGക്ക് പോയി,
അത് കഴിഞ്ഞിട്ട് വേറെ കുറേ കോഴ്സും പോയിട്ട് അപ്പോഴത്തേക്ക് ഏവിയേഷനിൽ ജോലി കിട്ടാനുള്ള സമയങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. ഇത് വലിയൊരു സംഭവമല്ലേ? അപ്പോൾ ഇതിനെ ഒന്ന് പരിചയപ്പെടുത്തണം. അതൊരു സാമൂഹ്യ എൻ്റെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റാണ്, സാറിൻ്റെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റാണ്. ഇത് എല്ലാവരും ഒന്ന് കാണണം. കാരണം ഇതിലൊരു മണി ഇൻവോൾവ് ആണ്, ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇതൊരു വെറും ഒരു ചാരിറ്റി മാത്രമല്ല. പക്ഷേ ചാരിറ്റി എന്നുള്ളത് ഒരാൾക്ക് ഒരു കാശ് കൊടുക്കുന്ന വിഷയം മാത്രം ഊന്നി നിൽക്കേണ്ടതല്ല. അവനൊരു ജോബ്, ആ ജോബിലൂടെ ഒരു കരിയർ, അതിലൂടെ അവൻ ആഗ്രഹിക്കുന്ന ലൈഫ്, ഇതാണ് അതിലേക്കുള്ള ആ റോഡ് മാപ്പ്, ആ ജേണിയാണ് ആർക്കും ഇതിൻ്റെ ഭാഗമായി കൊണ്ട് ഉണ്ടാവാം. എത്ര വലിയ ഇൻഡസ്ട്രിയാണ്, എത്രയാണ് ജോബ് ഓപ്പണിങ്സ് നമ്പേഴ്സിൽ പറയുകയാണെങ്കിൽ? ഞാൻ മറ്റൊരു ഉദാഹരണം പറയുന്നത് മനസ്സിലാവും. ഉദാഹരണത്തിലൂടെ പറയുന്നത്, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രം, ലോകത്തിലെ എല്ലാം കൊണ്ടും മുന്നിട്ടിരിക്കുന്ന രാജ്യമാണ് അമേരിക്ക. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അമേരിക്കയിലെ എയർപോർട്ടിൻ്റെ എണ്ണവും ഇന്ത്യയിലെ എയർപോർട്ടിൻ്റെ എണ്ണവും നമുക്കൊന്ന് കമ്പയർ ചെയ്താൽ നമുക്ക് പ്രത്യേകം ഈ തമാശ മനസ്സിലാകും. ഏകദേശം 15,000-നടുത്ത് എയർപോർട്ടുകളുണ്ട് അമേരിക്കയിൽ. അത് ഡിഫൻസിൻ്റെയും സിവിലിയൻസിൻ്റെയും എല്ലാം ഉൾപ്പെടെയാണ്. പക്ഷേ അതിൽ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള പാസഞ്ചർ കമേഴ്ഷ്യലായിട്ടുള്ള എയർപോർട്ട് ഏകദേശം 6,000-നടുത്താണ്. 15,000-ൽ ഡിഫൻസിൻ്റെ ഏറ്റവും വലിയ ആൾക്കാരാണല്ലോ അമേരിക്കക്കാർ. അതെ, അതിൽ 6,000-ഓളം കമേഴ്ഷ്യൽ എയർപോർട്ട്സാണ്. ഇന്ത്യയുടെ കഥ പറയുമ്പോൾ നമുക്ക് ചിരി വരും. ഇന്ത്യയിൽ ആകെ 34-ഓളം ഇൻ്റർനാഷണൽ എയർപോർട്ടേ ഉള്ളൂ. ഒരു 45 ഇൻ്റർനാഷണൽ എയർപോർട്ടുകൾ, അതിൽ 34 കറണ്ട് എക്സിസ്റ്റിംഗ് ആയിട്ട് നന്നായിട്ട് പോകുന്നതും ബാക്കി ലിമിറ്റഡ് ഇൻ്റർനാഷണൽ എയർപോർട്ട്സുമാണ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ 130-ഓളം എയർപോർട്ടുകളേ ഉള്ളൂ, ബാക്കിയൊക്കെ ഡൊമസ്റ്റിക്കുമാണ്. ലോക ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്താണ്. പിന്നെ അത്രത്തോളം തന്നെ യൂത്തിൻ്റെ ജനസംഖ്യ ഉള്ള രാജ്യവും നമ്മളാണ്. ഒരു തമാശ പറയാം, എന്നാലാണ് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. കാലിക്കറ്റ് എയർപോർട്ടിൽ ഒരു മാസം മുന്നേ ഞാൻ പോയിരുന്നു. ഒരു ചിലർ യാത്രയ്ക്ക് വേണ്ടിയിട്ട് പോയതാണ്. സാധാരണ ഇത് നമ്മൾ എയർപോർട്ടിൽ ഏതൊക്കെ ഭാഷയിലെ ഇത് കേൾക്കുക, അനൗൺസ്മെൻറ്റ് കേൾക്കുക, ഹിന്ദിയിലും ഇംഗ്ലീഷിലെ, സാറേ ബംഗാളിയിലുണ്ട്. നോക്കണം, ബംഗാളിയിൽ അനൗൺസ്മെൻറ്റ് നടത്താനുള്ള കാരണം ബംഗാളിലേക്ക് പോകുന്നത്, ഒറീസയിലേക്കോ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ ഭാഗത്തേക്ക് പോകുന്നത് വിമാനത്തിലാണ്. അവർക്ക് പോലും അവയർനെസ് ഉണ്ട്. കാരണം ടൈം ബംഗാളിക്ക് നമ്മളെക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ബംഗാളി ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ വേറെ രീതിയിൽ ടൈമിനെ ആസ്വദിക്കുന്നു, ആലോചിക്കുന്നു. ബംഗാളി ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ അമേരിക്കയിൽ 6,000-ഓളം കൊമേഴ്ഷ്യൽ എയർപോർട്ട്സുകൾ. ഇന്ത്യയിലാകെ ഈ പറഞ്ഞ ഒരു 100-ന് താഴെ ഉള്ളൂ എയർപോർട്ടുള്ളൂ. ജനസംഖ്യേൻ്റെ ആ അബണ്ടൻസ് ഭയങ്കരവുമാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ, അത് പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് അടുത്ത വർഷം 2025 ആകുമ്പോൾ എയർപോർട്ടിൻ്റെ എണ്ണം 200-ലേക്ക് വർദ്ധിപ്പിക്കണം. ഇത് പെട്ടെന്നൊരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമല്ല എയർപോർട്ട് എന്ന് പറയുന്നത്. വലിയ ഇൻഫ്രാസ്ട്രക്ചറാണ്. ഒരു മരുഭൂമിയിൽ, ഇപ്പോൾ താർ മരുഭൂമിയിൽ ഒരു എയർപോർട്ട് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോളൂ സർക്കാർ. അവിടെ എന്ത് ചെയ്യുന്നത്, അതിന് എയർപോർട്ട് മാത്രം ഉണ്ടാവില്ല, അതിന് വേണ്ട അമ്യൂണിറ്റീസൊക്കെ ഒരുക്കണം. അവിടെ ഒരു ടൗൺഷിപ്പായിട്ട് മാറും. അത് വലിയ കുറേ ആൾക്കാർക്ക് തൊഴിലുണ്ടാക്കും. എയർപോർട്ടിനകത്ത് മാത്രമല്ല, എയർപോർട്ടിന് പുറത്തും ഉണ്ടാവും. അവർ ടൗൺഷിപ്പ് ഡെവലപ്പ് ചെയ്യും. ആ മോഡൽ അടുത്ത വർഷം ഡിസംബർ ആകുമ്പോഴേക്കുള്ള ഈ ഡാറ്റ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. 200 എയർപോർട്ടിലേക്ക് വർദ്ധിപ്പിക്കണം എന്നാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. അമേരിക്ക കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് അവർ ഇപ്പോഴും നമ്മുടെ മറ്റുള്ള രാജ്യങ്ങളുടെ മേധാവിത്വം നിൽക്കുന്നത്. അവർക്ക് സമയം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിപ്പോൾ ഡൽഹിയിലേക്ക് പോകുമ്പോൾ എൻ്റെ മുന്നിൽ ആദ്യത്തെ ഓപ്ഷൻ ബസ് ഏതായാലും പോവില്ല, ട്രെയിനേ ഉള്ളൂ. ഒരു വിമാനത്തിൽ പോയി കഴിഞ്ഞാൽ എനിക്കുണ്ടാകുന്ന സമയ ലാഭം, എൻ്റെ നാട്ടിൽ നിന്ന് കാലിക്കറ്റ് നിന്ന് ഡൽഹിയിലൊക്കെ, ഞാൻ ഡൽഹിയിലോട്ടാണ് പഠിച്ചത്, അതുകൊണ്ട് 2 ദിവസം എടുക്കും. അത് ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ പോയാലും AC-യിൽ പോയാലും 2 ദിവസം എടുക്കും. വിമാനം നേരിട്ടാണെങ്കിൽ 4 മണിക്കൂർ യാത്രയേ ഉള്ളൂ. എത്ര സമയമില്ല, 44 മണിക്കൂർ അല്ലെ 40ഓളം മണിക്കൂർ സേവ് ചെയ്തിരിക്കുകയാണ്. അത് യൂസ് ചെയ്തേ മതിയാകൂ. അത് യൂസ് ചെയ്യാനുള്ള അവയർനെസ് ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പിന്നെ എയർപോർട്ടിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കണം, അതുള്ള പാസഞ്ചർ ട്രാഫിക്. ഇനി ഇന്ത്യൻ ഏവിയേഷൻ ഇൻഡസ്ട്രിയുടെ വലിപ്പം പറയാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ, കുറച്ച് മാസം മുന്നേ പത്രമാധ്യമങ്ങളിൽ വന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അവരുടെ വെബ്സൈറ്റിൽ പോയ കാര്യം, എയർ ഇന്ത്യയാണ് 470 എയർക്രാഫ്റ്റിന് ലോകത്തിലെ ഏറ്റവും വലിയ ബിഗ് പർച്ചേസ് നടത്തിയിരിക്കുന്നത്. ആരും നടത്തിയിട്ടില്ല ലോകത്ത് എയർ ഇന്ത്യ ആദ്യം അറിയാലോ ടാറ്റ, ദെൻ കേന്ദ്ര ഗവൺമെൻറ്, ഇപ്പോൾ ടാറ്റ വീണ്ടും എടുത്തിരിക്കുന്നു. അവർ പല കമ്പനികളുടെ ടൈപ്പൊക്കെ വരുന്നത് ഞാൻ വഴിയെ പറയാം, എന്നാലാണ് അതിൻ്റെ ജോബ് പ്രോസ്പെക്റ്റിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എയർ ഇന്ത്യ 470 എയർക്രാഫ്റ്റ് 7 ലക്ഷം കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് വരുന്ന 5 വർഷം കൊണ്ട് ഈ എയർക്രാഫ്റ്റുകൾ ഇറങ്ങും. എയർബസിൻ്റെയും ബോയിങ്ങിൻ്റെയും. തൊട്ടടുത്ത് ഇൻഡിഗോ, നമുക്കെല്ലാവർക്കും അറിയാം. ഇൻഡിഗോ 500 എയർക്രാഫ്റ്റിന്. പക്ഷേ ഇത് മണി വോള്യത്തിൽ
അത്രത്തോളം വരില്ല. കാരണം എന്ന് പറഞ്ഞാൽ എയർ ഇന്ത്യ ടാർഗറ്റ് ചെയ്യുന്നത് ഡൊമസ്റ്റിക് പാസഞ്ചർ ട്രാഫിക് അല്ല, കൂടുതൽ ഇന്ത്യക്ക് പുറത്തുള്ളതാണ്. ഇന്ന് 100 ആൾക്കാർ ഇന്ത്യയിൽ ബൈ എയർ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ 63 ആൾക്കാരും ഇൻഡിഗോയിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ ബിസിനസ് വർദ്ധിപ്പിക്കേണ്ടതുണ്ടല്ലോ അല്ലേ. അപ്പം എയർക്രാഫ്റ്റ് വേണം. അതുകൊണ്ട് 500 എയർക്രാഫ്റ്റ് എന്ന് മാത്രമല്ല, അവരൊന്നുകൂടി ഒരു വെറൈറ്റിയിൽ യുണീക്കിൽ ഞെട്ടിച്ചു. കംപ്ലീറ്റ് 500 എയർബസ്സാണ്, ബോയിങ് അല്ല. അത് ലോകത്തിൽ ഇത്രയധികം എയർബസ് ഓർഡർ കൊടുത്ത ഒരു കമ്പനി ഇൻഡിഗോ അല്ലാതെ മറ്റൊന്നുമില്ല. 17ഓളം ഇൻ്റർനാഷണൽ വിമാന കമ്പനികളുമായിട്ട് പിന്നെ ഇൻഡിഗോ ടൈപ്പാണ്. കോഡ് ഷെയർ, സാറിന് അറിയാൻ തോന്നുന്നു കോഡ് ഷെയർ എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പോൾ ഈ ടർക്കിഷ് എയർലൈൻ ഇൻഡിഗോ എയർലൈനുമായിട്ട് ടൈപ്പാണ്. കോഡ് ഷെയർ ആണെങ്കിൽ തുർക്കിയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ സ്ഥലം, ടൂറിസ്റ്റ് സ്പോട്ട് ഇസ്താംബുളാണ്. ഇസ്താംബുളിലേക്ക് തൃപ്പൂണിത്തുറയിൽ ആൾക്ക് പോകാം ഇൻഡിഗോയിലൂടെ. ബജറ്റ് എയർലൈനാണ്, ലോ കോസ്റ്റ് എയർലൈനാണ്. അത് ടർക്കിഷ്. അപ്പോൾ ബാക്കിയുള്ളത് ഡൽഹിയിലെങ്ങാൻ കൊണ്ടുവന്നിട്ട് അവർ ടർക്കിഷ് എയർലൈനിൽ കൊണ്ടുപോകും. അങ്ങനെ 17ഓളം വലിയ ഖത്തർ എയർവേസ് പോലെയുള്ള, KLM പോലെയുള്ള, ലുഫ്താൻസ പോലെയുള്ള, യുണൈറ്റഡ് പോലെയുള്ള, ഡെൽറ്റ പോലെയുള്ള ഇങ്ങനെയുള്ള നിരവധി ഇൻ്റർനാഷണൽ എയർലൈൻ കമ്പനിയുമായിട്ട് പാസഞ്ചർ ഷെയറിങ്ങിലാണ് നിൽക്കുന്നത്. ഇതെല്ലാം ജനങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ, അവരത് വ്യക്തമായി പഠിച്ചിട്ടല്ലേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ എയർ ഇന്ത്യ ഇങ്ങനെ പോകുന്നു, പിന്നെ ഇൻഡിഗോ ഇങ്ങനെ പോകുന്നു. അപ്പോൾ മറ്റുള്ളവരെ കഥയോ, മറ്റുള്ളവർ വെറുതെ ഇരിക്കാൻ പറ്റും. അപ്പോൾ സ്പൈസ് ജെറ്റും അങ്ങനെയായി, ആകാശയും അങ്ങനെയായി. എന്തിനേറെ പറയുന്നു സാർ, 3 മലയാളി കമ്പനികളാണ്. എയർ കേരള വരുന്നു, അതിന് പിന്നെ 91 എന്ന് പറഞ്ഞ കമ്പനി വരുന്നു. ഇതെല്ലാം ഓപ്പറേഷൻ കോഴിക്കോട് വെച്ച് ആരംഭിക്കാൻ പോണേ. അതിന് പിന്നെ അൽ ഹിന്ദും കൂടി എയർലൈൻ വരുന്നു, ഒരു കൊച്ചു കേരളത്തിൽ. കൊച്ചു കേരളം എന്ന് പറയുന്നത് അതിശയോക്തി പരമാണെങ്കിൽ തന്നെയും ഇന്ത്യയിൽ മൊത്തം സംസ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 4 ഇൻ്റർനാഷണൽ എയർപോർട്ടുള്ള ഒരേ ഒരു സംസ്ഥാനം ഇപ്പം നിലവിലുള്ളൂ, അത് തമിഴ്നാട് മാത്രമാണ്. ഏറ്റവും കൂടുതൽ സംഭവങ്ങളാണ്. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു KSRTC ബസ് ഓപ്പറേറ്റ് ചെയ്യണം, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 12ഓളം എംപ്ലോയീസ് വേണമെന്ന്. ഒരു വിമാനം ഓപ്പറേറ്റ് ചെയ്യേണ്ട ടെക്നിക്കൽ സ്റ്റാഫിനെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ 100-നടുത്ത് ക്രൂ വേണ്ടി വരും ഒരു വിമാനത്തിന്. അപ്പോൾ 1000 × 100 കുട്ടികൾ തന്നെ 1,00,000 ഓപ്പർച്യൂണിറ്റി ആയി. ഇനി ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഏവിയേഷൻ്റെ ഇൻഡസ്ട്രിയിൽ മികച്ചു നിൽക്കുന്ന 1ാമത്തെ രാജ്യം US തന്നെയാണ്. കാരണമുണ്ട്. 2ാം സ്ഥാനം ചൈനയാണ്, 3ാം സ്ഥാനം മറ്റാരുമല്ല, UK അല്ല, ജർമ്മനി അല്ല, ജപ്പാനല്ല, ഒരു വികസിത രാജ്യവുമല്ല, റഷ്യയുമല്ല, നമ്മളാണ്. 2030 ആകുമ്പോൾ US മാറി നിൽക്കേണ്ടി വരും, ചൈനയെ മാറി നിൽക്കേണ്ടി വരും നമ്മുടെ മുന്നിൽ. ഇത് തന്നെയല്ലേ ഇന്ത്യ, നമ്മളെ സെൻട്രൽ ഗവൺമെൻറ്റിനായാൽ പോലും ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് തൊഴിലില്ലാത്ത യുവാക്കൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ പ്രോമിസ് അത് തന്നെയല്ലേ. പക്ഷേ ഇത് നമ്മൾ ആർക്കാർക്കത് അറിയില്ല എന്നുള്ളതാണ്. ആ അറിയിപ്പാണ് ഈ പോഡ്കാസ്റ്റ് കൊണ്ടല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു പാരൻറ്റും ഒരു കുട്ടിയും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാലും ഇതിനകത്ത് മറ്റുള്ള ജോലി ക്ഷണിക്കും പോലെയല്ല. ഒരു PSC എക്സാമിനേഷനോ അല്ലെങ്കിൽ ബാങ്ക് എക്സാമിനേഷനോ ഉള്ള ചാമല്ല എയർലൈനിൽ ജോബ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ എപ്പോഴും സിനിമാ നടനിലോട്ടായിരിക്കും, ഒരു സെലിബ്രിറ്റി ആയിരിക്കും, അവനെപ്പോഴും മേക്കപ്പിലായിരിക്കും, അവനെപ്പോഴും അവന് തന്നെ തോന്നണം, ഒരു സെൽഫ് എസ്റ്റീം തന്നെ ഞാൻ ഗംഭീരനാണ്. കാരണം അവൻ ഒരു 10,000 രൂപ ചിലവാക്കിയിട്ട് യാത്ര ചെയ്യുന്ന പാസഞ്ചറിനെ മാനേജ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഖത്തർ എയർവേസ് പോലെയുള്ള, എമിറേറ്റ്സ് പോലെയുള്ള, ലുഫ്താൻസ പോലെയുള്ള ബിസിനസ് ക്ലാസ്സിലും ഫസ്റ്റ് ക്ലാസ്സിലും പോകുന്ന യാത്രക്കാരനെയും മാനേജ് ചെയ്യേണ്ടി വരും. അവൻ്റെ ഒരു ടാലൻറ്റിൻ്റെ ഒരു സ്പാൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, എത്രത്തോളം അവൻ സ്കിൽഡ് ആയിരിക്കണം. ആ സ്കില്ല് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ അതറിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പറ്റും. അത് കുട്ടിക്കറിയില്ല എന്നുള്ളൂ. ഇവിടെയാണ് നല്ല ഈ സ്പ്രൗട്ടിംഗ് ബേർഡ്സിനെ നമ്മൾ ക്യാച്ച് ചെയ്തിട്ട് സ്ക്രീൻ ചെയ്ത് കൗൺസിലിംഗ് ചെയ്ത് എന്താണോ വേണ്ടത്, ഏവിയേഷൻ ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്ന സ്കിൽ മാത്രം. ഉദാഹരണം ഞാൻ പറയാം, ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സൊന്നും കുട്ടികൾക്ക് ആവശ്യമില്ല. പക്ഷേ അവൻ ആ ജോബിന് വേണ്ട ഒരു ബിസിനസ് ഇംഗ്ലീഷ് ഉണ്ട്, അത് മാത്രം അവനെ പഠിപ്പിച്ചാൽ മതി. കാരണം എന്താ പറഞ്ഞാൽ പഠിക്കുന്ന വിഷയത്തിൽ, ഈ ബുദ്ധി പ്രവർത്തിക്കുന്ന വിഷയത്തിൽ അവൻ വിചാരിച്ചു കഴിഞ്ഞാൽ അവൻ ആരും വരില്ല. അത് ആർക്കറിയാം? അത് പുറത്തുള്ള രാജ്യക്കാർക്കറിയാം. അതുകൊണ്ടാണ് നമ്മുടെ മൈഗ്രേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ അത്രത്തോളം വലിയ വിശാലമായി നിൽക്കുന്ന ഒരു സംഭവമാണ്. ഇത് കൂടുതൽ എയർലൈനുകൾ വരുന്നു, എല്ലാ സംസ്ഥാനക്കാരും ആ മോഡൽ തന്നെ വരുന്നു. 200 എയർപോർട്ട് കൂടുതലായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഒരു വളർച്ച, ഒരു ജോബിൻ്റെ വളർച്ച ഉണ്ടാകും. അതുണ്ടാക്കുന്ന മറ്റു ജോബുകൾ. അപ്പോൾ ജോബ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. വേൾഡിലെ 3rd ലാർജസ്റ്റ് ഇൻഡസ്ട്രി ഏവിയേഷനാണ്. വേൾഡിലെ 3rd ലാർജസ്റ്റ് ഏവിയേഷൻ ഇൻഡസ്ട്രി ഒറ്റ രാജ്യത്തുമല്ല, നമ്മുടെ സ്വന്തം ഇന്ത്യക്കാണ്.
ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് എൻട്രീസ് ആണ്, ജോബ്സ് ആണ്? ഓക്കെ, പറയാം. അതായത് മിനിമം പ്ലസ് ടു യോഗ്യത ഉള്ളവർക്കാണ് ഇതുള്ളത്. പ്ലസ് ടു ഉള്ളവർക്ക് നേരിട്ട് അതിനകത്തോട്ട് കയറാൻ കഴിയില്ല. അത് കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരമുള്ള ഡിപ്ലോമ വേണം. അതും കൂടി ഒന്ന് പറയേണ്ടി വരും. കാരണം ഡിപ്ലോമ ധാരാളമുണ്ട് ഏവിയേഷനിൽ, ഇഷ്ടം പോലെ ഉണ്ട്. തൊഴിൽ ആരും ഓഫർ ചെയ്യുന്നില്ല, ഗ്യാരണ്ടി ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവർ ആ മാർക്കറ്റിലേക്ക് വന്നിട്ടില്ല. കുട്ടികൾക്ക് എന്തെങ്കിലും ഒന്ന് പഠിച്ചാലും മതി. അവിടെയാണ് പാരൻറ്റിൻ്റെ ഒരു ക്ലീഷ വരുന്നത്. എന്താണെന്ന് വെച്ചാൽ കുട്ടി ഡിഗ്രി കഴിഞ്ഞു, അപ്പോൾ എന്തെങ്കിലും ഒരു കോഴ്സിന് മുമ്പ് ടൈപ്പ് റൈറ്റിങ്ങിന് പോകാനാണ് എല്ലാവരും. അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും ഇതുപോലത്തെ ഒരു കോഴ്സ് കിട്ടെ, ജോലി കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ. ഞങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തരാണ്. ഞങ്ങൾ നോക്കുന്നത് പ്ലേസ്മെൻറ്റിൽ മാത്രമാണ്. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കിയ സാറിന് അറിയാൻ പറ്റുമായിരിക്കും, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു, സ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന പ്രോജക്റ്റുകൾ. ഓരോ സ്കില്ലിനെയും, എംപ്ലോയ്മെൻറ്റ് സെക്ടറിലെ സ്കില്ലിനെയും പ്രത്യേകം കണ്ടെത്തിയിട്ട് അതിനെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്പെക്സ് ബോഡിയെ ഏൽപ്പിക്കും സെൻട്രൽ ഗവൺമെൻറ്. അങ്ങനെ ഏവിയേഷൻ ഇൻഡസ്ട്രിയുടെ അപ്പെക്സ് ബോഡിയാണ് AASSC, എയറോസ്പേസ് ഏവിയേഷൻ സെക്ടർ സ്കിൽ കൗൺസിൽ. ഇതാണ് ഇന്ത്യയിൽ ഒരു കുട്ടിക്ക്, ഒരു പഠിതാവിന്, ജോബ് ആസ്പിറൻറ്റിന് കിട്ടാവുന്ന ഏവിയേഷൻ മേഖലയിൽ ഏറ്റവും ഉയർന്ന സർട്ടിഫിക്കേഷൻ. അത് ഭാഗ്യവശാലും ഞങ്ങൾക്കുണ്ട്. അധിക പേർക്കും ഇല്ല കേരളത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള ഡിപ്ലോമയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് ഇങ്ങനെ വിശദീകരിക്കാൻ കാരണം ഏതെങ്കിലും ഡിപ്ലോമ ഉള്ളതുകൊണ്ട് കാര്യമില്ല, ജോബ് കിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ജോബ് കിട്ടുമ്പോൾ എൻ്റെ മുന്നിലേക്ക് ഇൻ്റർവ്യൂവിന് വരുന്ന എയർലൈൻ, എൻ്റെ മുന്നിൽ ഞാൻ പറഞ്ഞത് ഏവിയേഷൻ ഇൻഡസ്ട്രിയിലെ എയർലൈൻ HR മുന്നിലേക്ക് ഇൻ്റർവ്യൂവിന് വരുന്ന കുട്ടി അക്കാദമിക്കലി ക്വാളിഫൈഡ് ആയിരിക്കണം. അവന് അത്യാവശ്യം വിവരങ്ങളൊക്കെ വേണം. കാരണം അങ്ങനത്തെ ഒരു ജോബിലേക്കാണല്ലോ വരുന്നത്. ഇന്ത്യയിലാണ് ജോബെങ്കിലും വിമാനം എന്നുള്ളത് ആകാശത്തിലാണ്. അപ്പോൾ ആകാശം എന്നുള്ളത് രാജ്യത്തിൻ്റെ സ്വന്തവുമല്ല, ആകാശം ഗ്ലോബൽ. അപ്പോൾ ഗ്ലോബൽ ജോബ് മാർക്കറ്റിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് ആ +2 എന്നുള്ള കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഡിപ്ലോമ 1 ഇയർ കഴിഞ്ഞാൽ അത് മതി ഇവൻ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ജോലി കിട്ടാൻ അത് മതി എന്ന് പറയാനുള്ള കാരണം, ജോലി കിട്ടുമോ? ഉറപ്പായിട്ട് കിട്ടും. എന്താ കാരണം? ജോബ് ഇങ്ങനെ നിറഞ്ഞ് കിടക്കുകയാണ്. അത് മറ്റുള്ളൊരു ഇൻഡസ്ട്രിയിൽ ഒരു എംപ്ലോയിയെ എടുക്കുന്ന പോലെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സല്ല ഏവിയേഷനിൽ ഇഷ്ടം പോലെ ജോബ് ഓപ്പർച്യൂണിറ്റി ഓപ്പണിംഗ് ആണ്. പക്ഷേ അവർക്ക് ഇങ്ങനെയുള്ള കുട്ടികളെ അവരെടുക്കില്ല. അപ്പം അങ്ങനെയും ഇങ്ങനെയുള്ള കുട്ടിയെ എടുക്കാതിരിക്കാനുള്ള കാരണം അവരുടെ അങ്ങനെയും ഇങ്ങനെയും എന്നുള്ള സംഭവത്തിനെ നമ്മൾ മാറ്റുന്നു. ഒരു വർഷം കൊണ്ട് +2 കഴിഞ്ഞ ഒരാൾ. അപ്പോൾ ജോബിന് എംപ്ലോയബിൾ ആവും. എംപ്ലോയബിലിറ്റി സ്കിൽ അവർക്ക് ഡെവലപ്പ് ചെയ്യും, അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യും, അവരുടെ ഈ മേഖലയെക്കുറിച്ചുള്ള സ്കിൽ ഡെവലപ്പ് ചെയ്യും. അങ്ങനെ അവർ ഈ ഏവിയേഷനിൽ വരും. ഏവിയേഷനിൽ 3-4 ടൈപ്പ് ജോബുകളുണ്ട്. പക്ഷേ 2 ടൈപ്പ് പ്രധാനപ്പെട്ട ജോബ്, ഒന്ന് എയർപോർട്ടിനകത്താണ്, മറ്റൊന്ന് എയർലൈനകത്താണ്. അത് ചില ആൾക്കാർക്ക് ഇത് മനസ്സിലാവില്ല. ഒരാൾ എനിക്ക് എവിടെ ജോലിയും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എയർപോർട്ടിലാണ് ജോലി. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? കേൾക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ചില ആൾ പറയും ഞാൻ എയർ ഇന്ത്യയിലാണ് ജോബ് എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ എയർപോർട്ടിനകത്തും ജോലിയുണ്ട്, എയർ ഇന്ത്യ പോലെയുള്ള എയർലൈനിലും ജോബുണ്ട്. അതും ഒരു ഉദാഹരണത്തിൽ കൂടെ പറയാം. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു കോർപ്പറേഷൻ ബസ് സ്റ്റാൻഡിൻ്റെ ഉടമയാരാ? അത് കോർപ്പറേഷനാണ്, സർക്കാരാണ്, അല്ലേ? അവിടെ വരുന്ന ബസ് പ്രൈവറ്റാണ്. അതിലൊക്കെ യാത്രക്കാർ ഞാനും നിങ്ങളുമാണ്. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. എയർപോർട്ട് എന്നുള്ളത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടേതാവാം, അല്ലെങ്കിൽ സിയാൽ പോലെ പ്രൈവറ്റിൻ്റെ മേഖലയിലാവാം, ഏതോ ആയിക്കോട്ടെ. അപ്പോൾ അവിടെ ഒന്നുകിൽ വിമാന കമ്പനിയിൽ ഡയറക്റ്റായിട്ട് ജോബ് കിട്ടണം. ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എയർലൈൻ കമ്പനിയിൽ നേരിട്ടുള്ള നിയമനമാണ്. അതിനുള്ള യോഗ്യത എന്താണോ അതാണ് ഞങ്ങൾ നിയമപരമായിട്ട് തന്നെ നൽകുന്നത്. ഇതാണ് +2 കഴിഞ്ഞവർക്കുള്ള ഓപ്പണിംഗ്. രണ്ടാമത് ഡിഗ്രി കഴിഞ്ഞുള്ള ആൾക്കാർക്ക് അവർ 3 വർഷം കൂടി പഠിച്ചവരാണ്. ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരാൾ ജോലിക്ക് നോക്കുന്നു 22ാമത്തെ വയസ്സിൽ. നേരത്തെ ഞാൻ പറഞ്ഞു +2 കഴിഞ്ഞ ഒരാൾ ഡിപ്ലോമയോടൊപ്പം ഡിഗ്രി ഓൺലൈനായിട്ട് ചെയ്യുന്ന സമയത്ത് ഡിഗ്രി കഴിയുന്ന അതേ പ്രായത്തിൽ അവൻ 2 കൊല്ലം എക്സ്പീരിയൻസ് ആവും. 1 ലക്ഷത്തിൻ്റെ മുകളിൽ മിനിമം സാലറി മാത്രം ഉണ്ടാകും. ആനുകൂല്യം കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ഒരാളുടെ മുന്നിൽ 1 വർഷം പഠിക്കാനും ചിലപ്പം താല്പര്യം ഉണ്ടാവുകയില്ല. അതിന് കുറേ പേപ്പർ ബാക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അവന് അതൊന്നും വേണ്ട. ഡിഗ്രി ഒറിജിനൽ ആണെങ്കിൽ, അവൻ ഡിഗ്രി പാസ്സായിട്ടുണ്ടെങ്കിൽ, അല്ല പാസ്സാവേണ്ട റിസൾട്ട് അവൻ വെയിറ്റിംഗ് ആണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. അവനെ ഞങ്ങൾ ഒരു സ്ക്രീനിങ്ങിന് വിധേയമാക്കും. ഇവന് ഇത് താങ്ങാനുള്ള ടാലൻ്റ് ഉണ്ടാകുമോ അത് നോക്കും. ആ സ്ക്രീനിങ് ഒക്കെയാണ് അവനെ കൗൺസിലിങ്ങിൽ അവൻ്റെ പാരൻറ്റിനൊക്കെ ഇരുത്തിയിട്ട്, അവനെന്ന് പറയുന്നത് ഒരു കോമൺ ജെൻഡറിലാണ് ഞാൻ പറയുന്നത്, തെറ്റിദ്ധരിക്കേണ്ടതില്ല, മനസ്സിലാക്കിയിട്ട് അവരൊരു 3 months ട്രെയിനിങ്. ഈ 3 months ട്രെയിനിങ് എന്താ? അതൊരു കോഴ്സല്ല, അതൊരു ഡിപ്ലോമയും അല്ല. ഇൻഡസ്ട്രിയിൽ എന്ത് സ്കില്ല് വേണം അത് ഞങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കറിയാം. അത് അവർക്ക് കൊടുക്കുന്നു. അവൻ്റെ ടാലൻറ്റ് കൊണ്ട് ഡയറക്റ്റ് ഇൻ്റർവ്യൂവിന് പോകുന്നു. നല്ലൊരു ടാലൻ്റ് ഉള്ള ഒരു കുട്ടിയെ HR ഒരു കാരണവശാലും നെഗ്ലക്റ്റ് ചെയ്യില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ ടാലൻ്റ് ഉള്ള കുട്ടിയെയാണ് ഡിമാൻഡ്, കുട്ടിയല്ല ഡിമാൻഡുള്ളത്. ഈ ടാലൻ്റ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ
കംപ്ലീറ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനല്ലേ ജനങ്ങൾ വാങ്ങുന്നുള്ളൂ. ആരും അങ്ങനെ തന്നെ വാങ്ങുന്നുള്ളൂ. അങ്ങനെ ഒരു ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിന് നമ്മൾ നൽകുന്നു. അപ്പോൾ അത് PG ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ SLC മുതൽ ഡിഗ്രി വരെയുള്ള സംഭവമാണ്. ഇനിയാണ് ഇതിൻ്റെ ഒരു ടെക്നിക്കലായിട്ടുള്ള കുറച്ച് ജാർഗൻസ് കൂടി പറഞ്ഞാലാണ് മനസ്സിലാവുള്ളൂ. അത് ഗ്രൗണ്ട് സ്റ്റാഫ് എന്നാണ് പറയാം. ഗ്രൗണ്ട് സ്റ്റാഫാണ്. പൈലറ്റിന് വേറെ വഴിയുണ്ട്. പൈലറ്റ് ആവാൻ എല്ലാവർക്കും പറ്റില്ല, സാറിന് അറിയാമല്ലോ. ആ പൈലറ്റിനെ നമുക്ക് മാറ്റി നിർത്താം. പിന്നെ നമുക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ക്യാബിൻ ക്രൂ ആണ്, എയർ ഹോസ്റ്റസ്. അതും എല്ലാവർക്കും പറ്റില്ല. പക്ഷേ എല്ലാവർക്കും പറ്റുന്ന SSLC-കാരനും PG-കാരനും ഡോക്ടറേറ്റ് ഉള്ളവനും PhD ഉള്ളവനും MPhil ഉള്ളവനും പറ്റുന്ന സാധനമാണ് ഈ ഗ്രൗണ്ട് സ്റ്റാഫ്. എയർപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ പറയും ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ റൺവേ ആണ്. റൺവേ ഗ്രൗണ്ടിൻ്റെ ഭാഗമല്ല. 2 ടൈപ്പാണ് ഗ്രൗണ്ട്. ഒന്ന് സാധാരണ ഭാഷയിലാണ്, ഏവിയേഷൻ ടെർമിനോളജിയിലല്ല. ഒന്ന് ടെർമിനൽ, നമ്മൾ കേട്ടിട്ടുണ്ടാകും. ടെർമിനൽ എന്ന് പറഞ്ഞാൽ ഒരു പാസഞ്ചർ എയർപോർട്ടിനകത്ത് എത്തിയിട്ട് വിമാനം കാത്തിരിക്കുന്ന സ്ഥലം. അവന് യാത്രയ്ക്ക് വേണ്ടിയുള്ള സന്നാഹങ്ങളും ഒരുക്കങ്ങളും ആരാണോ നൽകേണ്ടത് അവർ നൽകുന്ന സ്ഥലത്തിനെ ടെർമിനൽ എന്ന് പറയാം. അതാണ് ഒരു ഗ്രൗണ്ട്. രണ്ടാമത്തെ ഗ്രൗണ്ട് റൺവേയിലേക്ക് വിമാനം വന്ന് ഇറങ്ങി അത് ഇങ്ങനെ വന്നിട്ട് ഒരു സ്ഥലത്ത് വന്ന് നിൽക്കും. ആപ്പൺ എന്നൊക്കെ പറയാം. അതിന് റാമ്പ് എന്നാണ് പറയുക. ഈ 2 സാധനമാണ് ഗ്രൗണ്ട് എന്ന് പറയുന്നത്. പൊതുവിൽ വലിയ ടെക്നോളജി ഒന്നും അല്ല പറയുന്നത്. അപ്പോൾ ആ ഗ്രൗണ്ട് സ്റ്റാഫായിട്ടാണ് കിട്ടുക. ഈ ഗ്രൗണ്ട് സ്റ്റാഫിൽ പ്രധാനമായിട്ട് 4 ടൈപ്പ് ജോലിയാണ് ഉണ്ടാകുക. പ്രധാനമായിട്ട് 4 ടൈപ്പ് ജോലിയാണ്. ഒന്ന് ഏവിയേഷൻ സെക്യൂരിറ്റി ഓഫീസർ എന്നുള്ളതാണ്. അത് +2-കാരനും ഡിപ്ലോമക്കാരനും കിട്ടില്ല. അത് ഡിഗ്രി ഉള്ളവർക്ക് കിട്ടും. കയറുമ്പോൾ തന്നെ ഓഫീസറാണ്. അത് ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ഉണ്ട്, പറയാം. അപ്പോൾ ഏവിയേഷൻ സെക്യൂരിറ്റി ഓഫീസർ എന്ന് പറയുന്നത്, സെക്യൂരിറ്റി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്നത് എയർപോർട്ട് സെക്യൂരിറ്റി, ATM സെക്യൂരിറ്റി, അങ്ങനെ സെക്യൂരിറ്റി അല്ല. എയർപോർട്ടിൻ്റെ സെക്യൂരിറ്റി സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിനാണ്. അതായത് ഒരാൾ എയർ ഇന്ത്യയിലെ ഏവിയേഷൻ സെക്യൂരിറ്റി ഓഫീസർ പോസ്റ്റിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ എല്ലാ പാസഞ്ചറിൻ്റെയും സേഫ്റ്റി ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്. ഒരു പാസഞ്ചർ എന്തെങ്കിലും ഒരു മാൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ പാസഞ്ചറിനെ ബാധിക്കും, വിമാനത്തിനെ തന്നെ അത് ബാധിക്കും. അപ്പോൾ അതിനെ എൻഷുർ ചെയ്യുന്ന ഒരു വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇത് ഏവിയേഷൻ സെക്യൂരിറ്റി ഓഫീസർ. അത് ഡിഗ്രി കഴിയണം. രണ്ടാമത്തെ പോസ്റ്റ് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് എന്നാണ്. ലോകത്ത് ഏത് ഗ്രോ ചെയ്യുന്ന ബിസിനസ് ഇൻഡസ്ട്രി ആവട്ടെ, ഗ്രോ ചെയ്യാത്ത സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള ബിസിനസ് ആയിക്കട്ടെ, കസ്റ്റമറാണ് തീരുമാനിക്കുന്നത് സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കണോ ഗ്രോ ചെയ്യണോ എന്നുള്ളത്. കസ്റ്റമർ സർവീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സാധാരണ രീതിയിലുള്ള കസ്റ്റമർ സർവീസ് കൊടുത്താൽ പോരാ, അല്ലേ? അതുകൊണ്ടാണ് ഒരു ചാമായിട്ട് നിൽക്കണം, നല്ല കട്ടക്ക് തുള്ളി നിൽക്കണം, ഞങ്ങളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ. അങ്ങനെയുള്ള ഒരു ജോബിൻ്റെ ഒരു സംഭവമാണുള്ളത്. അത് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. ഞാനൊരു വിമാന യാത്രക്കാരാണ്. ഞാൻ എയർ ഇന്ത്യ ടിക്കറ്റാണ് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഏതൊരു പാസഞ്ചർ ആണെങ്കിൽ ഞാൻ എയർ ഇന്ത്യ സംബന്ധിച്ചിടത്തോളം അവരുടെ കസ്റ്റമറാണ്. അപ്പോൾ ആ കസ്റ്റമർ സർവീസ് അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. വിമാനയാത്ര ചെയ്തവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്താ കാരണം വിമാനത്തിനകത്ത് എത്തിക്കഴിഞ്ഞാൽ CSF-ൻ്റെ കൗണ്ടർ കഴിഞ്ഞാൽ വിമാനത്താവളത്തിനകത്ത് നമ്മൾ എത്തി, എയർപോർട്ടിനകത്ത് എത്തി. അപ്പോൾ ലഗേജിൻ്റെ വഴിക്ക് പോകും, സ്ക്രീനിങ് നടത്തും, നമ്മൾ ചെക്ക് ഇൻ കൗണ്ടറിലേക്ക് വരും, നമ്മുടെ യാത്രാ രേഖകളൊക്കെ പരിശോധിക്കും. അത് ബോർഡിംഗ് ഗേറ്റിൽ അത് ബോർഡിംഗ് പാസ്സായിട്ട് മാറും. അവസാനം വിമാനത്തിനകത്ത് എത്തുന്നത് വരെ ഏത് കമ്പനിയുടെ ടിക്കറ്റാണോ പർച്ചേസ് ചെയ്തിരിക്കുന്നത് അവർ നൽകേണ്ടതാണ്. ഇതാണ് കസ്റ്റമർ സർവീസ്. നേരത്തെ പറഞ്ഞ ഏവിയേഷൻ സെക്യൂരിറ്റി ഓഫീസർ എന്നുള്ളതും കസ്റ്റമർ സർവീസിൻ്റെ ഭാഗമാണ്. പക്ഷേ ഓഫീസർ മാറി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഈ +2 കഴിഞ്ഞാൽ ഡിപ്ലോമ കഴിഞ്ഞാൽ ആൾക്കാർക്കെല്ലാം പറ്റും. മറ്റൊന്ന് റാമ്പ് എക്സിക്യൂട്ടീവാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ റാമ്പ് എന്നാണ്. അപ്പോൾ റാമ്പ് എല്ലാവരും പണിയെടുക്കണമെങ്കിൽ, ജോലി ചെയ്യണമെങ്കിൽ തന്നെയും റാമ്പിൻ്റെതായ സ്കില്ലുള്ള ആൾക്കാരുണ്ടാവും. നമ്മുടെ കുട്ടികളുടെ ടാലൻറ്റ് എന്ന് പറയുന്നത് വളരെ ഡൈവേഴ്സിഫൈഡ് ആണ്. ചില ആൾക്കാർക്ക് ഇരുന്ന് ജോലി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, അതിൽ വലിയ ടാലൻ്റ് ആയിരിക്കും. ചില ആൾ അങ്ങനെയല്ല, ഇരിക്കാൻ പറ്റില്ല. ചില കുട്ടികളെ സംബന്ധിച്ചോളം അവർക്ക് എന്തെങ്കിലും ഇങ്ങനെ ഇൻവോൾവ് ചെയ്ത് നിൽക്കേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് റാമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിമാനവുമായിട്ട് ഏറ്റവും അടുത്ത നിൽക്കുന്ന ആൾക്കാരാണ് അവർ. അവർക്ക് വേണമെങ്കിൽ ഈ എയർക്രാഫ്റ്റിനകത്തേക്ക് കയറാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഏവിയേഷൻ സെക്യൂരിറ്റി ഓഫീസർ ഒരേ ഒരു എംപ്ലോയിയേ ഉള്ളൂ കോക്പിറ്റിലേക്ക് കയറാൻ അനുവാദമുള്ളത്. ഒരു പാസഞ്ചറിനോട് വേണേൽ പോകണ്ടെന്ന് പറയാം, പിന്നെ പോകാൻ പറ്റില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഈ എയർപോർട്ടിൽ എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. എമിഗ്രേഷൻ ഉണ്ട്, CBI ഉണ്ട്, റോഡ്, നമുക്കറിയുന്നത് അറിയാതെ അവരെല്ലാമായിട്ട് എയർക്രാഫ്റ്റിൻ്റെ സെക്യൂരിറ്റി ഓഫീസറുമായിട്ടാണ് അവരുടെ ഒരു മീഡിയേറ്റർ വരുന്നത്. ഉദാഹരണത്തിന് ഒരാൾ സ്വർണം കൊണ്ടുവരുന്നു, കേരളത്തിനാണ് പറയുന്നത്, സ്വർണം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഈ കസ്റ്റംസിന് വിവരം കിട്ടിയിട്ടില്ല. കസ്റ്റംസ് നേരിട്ടൊന്നുമല്ല ചെയ്ത്, നിങ്ങളുടെ ഇന്ന വിമാനത്തിൽ ഇന്ന സീറ്റിലിരിക്കുന്ന ആൾ ഒരു സസ്പെക്റ്റഡ് ആണ് എന്ന് സെക്യൂരിറ്റി ഓഫീസറോടാണ് പറയുക. അയാളാണ് അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ സഹായങ്ങളൊക്കെ ചെയ്തോളൂ. അത്രയും വലിയ പോസ്റ്റാണ്. ഇപ്പോൾ റാമ്പ്. പിന്നെ എയർ കാർഗോ എക്സിക്യൂട്ടീവ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വിമാനത്തിൽ പാസഞ്ചർ യാത്രക്കാരെ മാത്രമല്ല പോകുന്നത്, കാർഗോ ഇവിടെയും പോകും. നല്ല കാര്യങ്ങളുള്ളൂ. ഞാൻ ദുബായി പോകുമ്പോൾ എൻ്റെ പെട്ടി ഇവിടെ മതിയാവില്ലല്ലോ, അങ്ങ് വരണ്ടേ. നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ഗ്രൗണ്ട് സ്റ്റാഫ് തസ്തികയിൽ നമുക്ക് 4 പ്രധാനപ്പെട്ട വേക്കൻസിയാണ് വരാറ്. ഒന്ന് ഏവിയേഷൻ സെക്യൂരിറ്റി ഓഫീസർ,
മറ്റൊന്ന് എയർ കാർഗോ എക്സിക്യൂട്ടീവ്, കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്, റാമ്പ് എക്സിക്യൂട്ടീവ്, അല്ല റാമ്പ് ഏജൻറ്റ് എന്നൊക്കെ പറയാം. ഏജൻറ്റ് എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കേണ്ടതിൽ അങ്ങനെയുള്ള നമ്മൾ വിചാരിച്ച ഏജൻസി അല്ലത്. അപ്പോൾ ഏജൻറ്റ് എന്ന് പറയുന്ന വൺ ഹൂ എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അത്രമാത്രം മനസ്സിലാക്കാന്നുള്ളത്. ഇതിന് SSLC യോഗ്യതയുള്ള അതുവഴി NIOSൻ്റെ +2 കഴിഞ്ഞ പ്രീ ഡിഗ്രിക്ക് ശേഷം +2ന് ശേഷം ഡിപ്ലോമ കഴിഞ്ഞ ഒരാൾക്ക് ഏവിയേഷൻ സെക്യൂരിറ്റി ഓഫീസർ തസ്തിക ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാത്തിലും കയറാം. ഡിഗ്രി കഴിഞ്ഞവർക്ക് ഒരു ഹൈറ്റിൻ്റെ ഒരു പാരാമീറ്റർ ഉണ്ട്. ഓഫീസറാകുമ്പോൾ അതിൻ്റെതായ ഒരു ലെവലിൽ വേണമല്ലോ. അത് മിക്കവാറും കേരളത്തിൽ ഇപ്പോഴുള്ള പുറത്ത് ഇറങ്ങുന്ന ഒരു 90% ആൾക്കാർക്കും ആ റെക്കോർഡ് ഹൈറ്റ് ഉണ്ട്, ആണിനുണ്ട് പെണ്ണിനുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ഓഫീസർ, മറ്റൊന്ന് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്, റാമ്പ് ഏജൻറ്റ് അല്ലെ റാമ്പ് എക്സിക്യൂട്ടീവ്, എയർ കാർഗോ എക്സിക്യൂട്ടീവ്. ഇതിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ഓഫീസർ ഒഴികെയുള്ള എല്ലാ പോസ്റ്റും +2 കഴിഞ്ഞ് ഡിപ്ലോമ കഴിഞ്ഞുള്ളവർക്ക് പറ്റും. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാതെ പോകരുത്. കാരണം ഡിഗ്രി കഴിഞ്ഞിട്ട് എന്താണ് ഇപ്പം നടക്കുന്നത്? ഡിഗ്രി കഴിഞ്ഞിട്ട് ഇവർ ഏവിയേഷൻ്റെ ഡിപ്ലോമ വലിയ ലക്ഷങ്ങളിൽ കൊടുത്ത് മെട്രോ നഗരത്തിലും പോയി പഠിക്കും, ജോലി കിട്ടില്ല. ഇവരൊക്കെ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. കാരണം ആ ഡിപ്ലോമ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിപ്ലോമ, അതായത് BBA ഏവിയേഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഡിപ്ലോമക്ക് പോകുന്നത്. ബാംഗ്ലൂരൊക്കെ അറിയാം. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? നിർഭാഗ്യവശാൽ അറിയില്ല എന്നുള്ളതാണ്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ബാംഗ്ലൂരൊക്കെ കേരളത്തിൽ ഒരു ആഡ് ഓൺ കോഴ്സിൻ്റെ സംവിധാനം തുടങ്ങി വരുന്നേ ഉള്ളൂ, ഞങ്ങളത് നൽകുന്നുണ്ട്. ഇപ്പോൾ BBA എന്ന് കേൾക്കുമ്പോൾ കുട്ടികൾ അത്ര അട്രാക്റ്റഡ് അല്ല. അതിന് കൂടെ ഏവിയേഷൻ കൂടി ചേർക്കും, അതൊരു ആഡ് ഓൺ കോഴ്സ് ആയിരിക്കും. കുട്ടികൾ വിചാരിക്കും BBA ഏവിയേഷൻ എന്നാണ് വിചാരിക്കുക. അങ്ങനെ പോയി ബാംഗ്ലൂരിലും പുറത്തെല്ലാം പോയി ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് 8-9 ലക്ഷം രൂപ ചിലവാക്കും. പക്ഷേ അവർക്ക് ജോലി കിട്ടുമോ? കിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ള ഒരു നഗ്ന യാഥാർത്ഥ്യം ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡിഗ്രി കഴിഞ്ഞവർക്ക് ഒരു ഡിപ്ലോമയും വേണ്ട. കേരളക്കാർക്കുള്ള നമ്മുടെ വിദ്യാർത്ഥികൾക്കുള്ള ആ ടാലൻറ്റ് മതി. ഒരു 3 മാസം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്ന സ്കിൽ അവരെ പെട്ടെന്ന് പഠിപ്പിക്കാൻ പറ്റും, ട്രെയിൻ ചെയ്യിക്കാൻ പറ്റും. 3 മാസം കൊണ്ട് അവർക്ക് കിട്ടും. 3 മാസം ഒന്നും വേണ്ട. ചിലർക്ക് അത്ഭുതപ്പെടുത്തി കളയുന്ന കുട്ടികളുണ്ട്. 2 ആഴ്ച കൊണ്ടൊക്കെ കയറിയ ആൾക്കാരുണ്ട്, കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, എന്തുകൊണ്ടാണ് ഈ ഇൻഡസ്ട്രിയെക്കുറിച്ച് ബോധം ഇല്ലാതെ, അവയർനെസ് ഇല്ലാതെന്നുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജോബ് മാർക്കറ്റിലേക്ക് അന്വേഷിക്കുമ്പോൾ, ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ ഒരു ജോബ് എങ്ങനെയുള്ളത് വേണമെന്ന് തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട എൻ്റെ എല്ലാ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാനുള്ള 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അത് എല്ലാവർക്കുമുള്ള ഒരു പാരൻറ്റിനും കുട്ടികൾക്കുമുള്ള ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സജഷനാണ്, ഉപദേശമായിട്ടൊന്നും കാണേണ്ടതില്ല, സജഷനായിട്ട് മാത്രം കണ്ട. ഒന്ന്, നിങ്ങളെപ്പോലെയുള്ള അഭ്യസ്തവിദ്യരായ ജനലക്ഷങ്ങൾക്ക് തൊഴിൽ നൽകാൻ ആ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി കേപ്പബിളാണോ എന്നാണ് ഒന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. അത്രത്തോളം ഒഴിവുകളുണ്ടോ? നിങ്ങളുടെ ടാലൻറ്റ് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു അറീന ഉണ്ടോ? ഇത് നിർഭാഗ്യവശാൽ നമ്മുടെ കുട്ടികൾ അങ്ങനെ ചിന്തിക്കുന്നില്ല. എന്തെങ്കിലും ജോലി മതി എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഈ ജോബ് മാർക്കറ്റിൽ കേപ്പബിൾ ആയിട്ടുള്ള ഇൻഡസ്ട്രി നല്ല രീതിയിൽ ഒരു എക്സ്പോണൻ്റായിട്ട് വലിയ രീതിയിൽ ഗ്രോ ചെയ്യുന്ന ഇൻഡസ്ട്രിയാണോ? എങ്കിലേ ഇവർക്ക് സ്ഥിരം ജോലി ഉണ്ടാവുകയുള്ളൂ. മൂന്നാമത്തത്, അവർക്ക് ആ ജോബ് എൻജോയ് ചെയ്യാൻ പറ്റണം. എന്തിൻ്റെയും വിജയം എന്താണോ ചെയ്യുന്നത് അത് ഇഷ്ടത്തോടെ എൻജോയ് ചെയ്താലാണ്. അതിലൊരു ചാലഞ്ചിങ് ഫാക്ടറും കൂടി ഉണ്ടായാൽ, ഒരു റിസ്കി ഫാക്ടറും കൂടി ഉണ്ടായാൽ അത് ഗംഭീരമായിരിക്കും. ഇന്ന് ഞാൻ ഇന്നത് ചെയ്തു തീർത്തു, എൻ്റെ മിഷൻ ഞാൻ അക്കംപ്ലിഷ്ഡ് ചെയ്തു ഇന്ന്, അതുവഴി അവന് മുന്നോട്ട് പോകാനും പറ്റും. ഇങ്ങനെ ഒരു 3 അവയർനെസ് നമ്മുടെ കുട്ടികൾക്ക് നൽകിയാൽ അവരെ ഉൾക്കൊള്ളാനുള്ള ഒരു മാസീവ് സ്പേസ്, അത്ര തന്നെ പറയാം, അൺലിമിറ്റഡ് സ്പേസ് ഏവിയേഷൻ ഇൻഡസ്ട്രിക്കുണ്ട്. അതിന് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ഡാറ്റ ആണ് ഞാൻ കുറച്ച് നേരത്തെ സംസാരിച്ചത്. അതുകൊണ്ട് നല്ല കുട്ടികൾക്ക് അവരൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കയറിപ്പോവാൻ പറ്റുന്ന ഒന്നാണ്. ഇനി മറ്റൊരു കാര്യം കൂടിയും പറയാം, ഇതിൻ്റെ ആനുകൂല്യങ്ങളും കാര്യങ്ങളെല്ലാം. ഇപ്പോൾ ഏവിയേഷൻ സെക്യൂരിറ്റി ഓഫീസറാണെന്ന് വിചാരിച്ചോളൂ, ഏകദേശം ഒരു 30,000 അടുത്ത് ശമ്പളം കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്കൊരു 6 മാസം ഒരു ട്രെയിനിങ്, ഏവിയേഷൻ ഇൻഡസ്ട്രി, അത് ഏവിയേഷൻ എയർലൈൻ ആരാണോ അവരുടെ എംപ്ലോയർ അവർ നൽകുന്ന എയർലൈൻ ആയിരിക്കും അവരുടെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആയിരിക്കും, ഏജൻറ്റ് ജോബല്ല. എയർപോർട്ടിൽ കുറേ ഏജൻസി ജോബുകളാണ് ഉള്ളത്. നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന, ഞങ്ങൾ പ്ലേസ് ചെയ്യുന്ന കുട്ടികളുടെ കഴിവ് കൊണ്ട് നിയമപരമായിട്ട് ഞങ്ങൾ പ്ലേസ് ചെയ്യുന്ന കുട്ടികളെല്ലാം തന്നെ എയർലൈൻ്റെ ഡയറക്റ്റ് സ്റ്റാഫായിരിക്കും. അത് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് എയർപോർട്ടിൽ. കാരണം ഇഷ്ടംപോലെ വ്യാജന്മാർ ഇറങ്ങി വിലസുന്ന ഒരു ഷിനോറി ഇപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ, അപ്പോൾ അവർക്ക് എയർ ഇന്ത്യയിലായിരിക്കും അവരുടെ ജോബ്, എയർ ഇന്ത്യ ആയിരിക്കും അവർക്ക് ഇൻ്റർവ്യൂ ചെയ്യുന്നത്, എയർ ഇന്ത്യയുടെ പേറോളിലായിരിക്കും അവരുടെ ശമ്പളം ഉണ്ടാകുന്നത്, എയർ ഇന്ത്യയുടെ സ്വന്തം സ്റ്റാഫായിട്ട് എംപ്ലോയി ആയിട്ടായിരിക്കും ഉദാഹരണം പറഞ്ഞാൽ ഈ ആളുണ്ടാവുക. അപ്പോൾ ഈ ജോലിയിലൊക്കെ അവർ എടുത്തു കഴിഞ്ഞാൽ 6 മാസം പേർക്ക് ട്രെയിനിങ് ആണ്.
മറ്റൊരു കാര്യം കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, പാരൻ്റ് ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു 10 കുട്ടികൾ ഒരുമിച്ച് ഒരു എയർലൈനിൽ ഒരു തസ്തികയിൽ ഒരു ശമ്പളത്തിൽ ജോലിക്ക് കയറി എന്ന് വിചാരിക്കുക. ഒരു വർഷം കഴിഞ്ഞാൽ ഇവരുടെ ശമ്പളം നിർബന്ധമായിട്ടും തന്നെ പറയാം വ്യത്യാസത്തിലായിരിക്കും. ഇത് മറ്റൊരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താ കാരണം? ഇവിടെ കഴിവുള്ളവന്, സ്കിൽഡ് ആയിട്ടുള്ള ആൾ, സ്കിൽഡ് ആയിരിക്കും, പക്ഷേ പെർഫോം ചെയ്യാൻ പറ്റാത്ത ആളുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് വളരാനുള്ള ഒരു കരിയർ പാത്ത് വേ ഈ ഏവിയേഷൻ ഇൻഡസ്ട്രിയിലേ ഉള്ളൂ, മറ്റൊരു സ്ഥലത്തുമില്ല. ഒരു കൃത്യമായിട്ട് ഒരു ആവറേജിൻ്റെ മുകളിൽ അല്പം, ആവറേജ് ഒരു 40% ആണെന്ന് വിചാരിച്ചാൽ 50% പെർഫോം ചെയ്യുന്ന ഒരാൾക്ക് അവൻ കയറുന്ന സമയത്ത് അവൻ വാങ്ങിയ ശമ്പളത്തിൻ്റെ ഇരട്ടി ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. കാരണം ഇവൻ ഈ എയർലൈൻ്റെ ഈ എംപ്ലോയി എന്ന് പറയുന്ന ആൾ മാനേജ് ചെയ്യുന്നത് ഒരു ഇൻഡസ്ട്രിയുടെ ബാക്ക് ബോൺ ആയിട്ടുള്ള കസ്റ്റമറിനെയാണ്. അതുകൊണ്ട് നിരന്തരം ട്രെയിനിങ് ഇവർക്ക് കിട്ടിക്കൊള്ളും. ഞാനൊരു എയർലൈൻ സ്റ്റാഫാണെങ്കിൽ എൻ്റെ മനസ്സിനെ മുഷിപ്പിക്കാനുള്ള, എന്നെ ഒന്ന് ഹരാസ് ചെയ്യാനുള്ള ഒരു നടപടിക്രമങ്ങളും നിയമവിധേയമായിട്ട് തന്നെ അവർ നമുക്ക് തരും. നടപടിക്രമം തരുന്നില്ല. നമ്മൾ വേണ്ടാതെ കളിച്ചു കഴിഞ്ഞാൽ പുറത്തായിരിക്കും. അല്ലാതെ ഒരു കസ്റ്റമർ അല്ല, ഒരു എംപ്ലോയി റിട്ടൈൻ ചെയ്യാനുള്ള എല്ലാ ചേരുവകളും. അതുകൊണ്ടാണ് അവന് 6 പെയർ യൂണിഫോം ഇവരുടെ വകയാണ് എല്ലാ വർഷം. അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റും. കാരണം നല്ല കസ്റ്റമറായി എനിക്ക് തോന്നരുത് ഇവൻ എന്ത് യൂണിഫോമിലായിട്ടിരിക്കുന്നത്. ഇവന് മേക്കപ്പ് അലവൻസ് ഉണ്ടെന്നേ. ഇവൻ്റെ ഷൂവും ടൈയും എല്ലാം ഈ എയർലൈനാണ് നൽകുന്നത്. ഇവൻ അടിച്ച് പൊളിച്ച് ജീവിപ്പിക്കണം, എന്നല്ല ഇവൻ പണിയെടുക്കുള്ളൂ. മറ്റൊരു കാര്യം, എയർപോർട്ടിനകത്തല്ലേ ജോലി. എയർപോർട്ട് 24 മണിക്കൂർ ഓണായിരിക്കും, പൂട്ടില്ല. അതിൻ്റെ തമാശ ഞങ്ങളെ സാറൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എയർപോർട്ടിൽ ബൾബ് ട്യൂബ് ഓഫാക്കുകയില്ല. അത് ഫീസായാലും അത് മാറ്റിലേ ഉള്ളൂ. ഫ്യൂസായിപ്പോയാൽ, ചീത്തയായിപ്പോയാൽ അത് മാറ്റുമെന്നേ ഉള്ളൂ. 24 മണിക്കൂറും ഡ്യൂട്ടിയിലായിരിക്കും ഇവർ, പക്ഷേ 8 മണിക്കൂർ ഷിഫ്റ്റിലായിരിക്കും. അങ്ങനെയുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും. മറ്റൊരു ആനുകൂല്യം, 6 മാസം കഴിഞ്ഞാൽ ഇവനും ഇവൻ്റെ അച്ഛനും ഇവൻ്റെ അമ്മയ്ക്കും ഇവൻ്റെ സിബ്ലിങ്സിനും ഇവൻ്റെ സ്പൗസിനും ഒക്കെ വിമാനയാത്ര ഫ്രീ ആയിരിക്കും. എത്ര മാസം? 6 മാസം കഴിഞ്ഞാൽ ഫ്രീ ആയിരിക്കും. ഇവനെ ഇൻ്റർവ്യൂ ചെയ്ത് ഇവനെ സിനിമയിലെടുത്തു. ഇവന് എൽദോ ആണെന്ന് വിചാരിച്ചോളൂ. ഈ എൽദോനെ സിനിമയിൽ എടുത്തു കഴിഞ്ഞാൽ ഇവൻ ട്രെയിനിങ്ങിന് പോകുന്നത് 99% കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഫ്രീ ആയിട്ട് അവൻ്റെ എയർലൈൻ കൊണ്ടുപോകും. അവൻ്റെ ആദ്യത്തെ വിമാനയാത്ര ചിലപ്പോൾ അതായിരിക്കും, ഫ്രീ ആയിട്ട്. ഇതാണ് കൊച്ചിയിലുള്ള ഒരു കുട്ടിയാണെങ്കിൽ, ഡൽഹിയിലാണ് ഇൻഡിഗോയുടെ ട്രെയിനിങ് എങ്കിൽ, കൊച്ചി മുതൽ ഡൽഹി വരെയുള്ള യാത്ര ടിക്കറ്റ് തന്നെ ആദ്യം തന്നെ കിട്ടും കഴിയും. 5 സ്റ്റാർ ടൈപ്പ് ട്രെയിനിങ് ആണ്, അക്കോമഡേഷൻ എല്ലാം, ലോണ്ടറി വരെ ഫ്രീ ആണ്. അവൻ 6 മാസം സുഖിപ്പിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവന് കുറേ പരീക്ഷകളും നടത്താനുണ്ട്. ഈ 6 മാസത്തിനിടയിൽ സെൻട്രൽ ഗവൺമെൻറ് DGCA, അവരാണ് ഇതിൻ്റെ ഡയറക്ടർ ഓഫ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, അവരെന്ന പരീക്ഷ ഇവർ പാസ്സാകുക വേണം. ആ പരീക്ഷ തോൽക്കാറില്ല, തോറ്റാൽ വീണ്ടും അറ്റംപ്റ്റൊക്കെ ചെയ്യാം. ആ പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഈ ട്രെയിനിങ് നൽകുന്നത് എയർലൈൻ കമ്പനിയാണ്, പരീക്ഷ നടത്തുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഡയറക്റ്റ് എംപ്ലോയി ആയതുകൊണ്ടാണ്. ഏജൻസി റിക്രൂട്ടഡ് ആൾക്കാർക്ക് അങ്ങനെ ട്രെയിനിങ് ഒന്നും തന്നെ ഇല്ല എന്നാണ് അറിവ്. അങ്ങനെ അവർക്ക് എല്ലാ ആനുകൂല്യം കിട്ടും. ഇവൻ്റെ കുടുംബത്തിന് മെഡിക്കൽ ഫ്രീ ആണ്, ചികിത്സ ഫ്രീ ആണ്. കംപ്ലീറ്റ് ഇവനെ നന്നാക്കി നിർത്തണം. അവൻ ആ കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ഒരു എംപ്ലോയി മനസ്സ് ആണ് കസ്റ്റമറിനെ ഒരു ഡിലൈറ്റ്ഫുള്ളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാ എയർലൈൻ കമ്പനികളും ഈ എംപ്ലോയിയെ നന്നായിട്ട് വളർത്തും, നന്നായിട്ട് നർച്ചർ ചെയ്യും. അവനെന്താണോ വേണ്ടത് അതെല്ലാം കൊടുക്കും. അതോടൊപ്പം തന്നെ അവരുടെ ഒരു കൈ, ഒരു സ്റ്റിയറിംഗ് ഇവരുടെ കയ്യിലായിരിക്കും. ഇതുപോലെ പെൺകുട്ടികളെ സംബന്ധിച്ചുള്ള ചില പാരൻറ്റിൻ്റെ ആശങ്ക അതാണ്, എൻ്റെ കുട്ടി ഡൽഹി എയർപോർട്ടിൽ, അയ്യോ എയർപോർട്ട് പോലെ സേഫായിട്ടുള്ള ഒരു സ്ഥലം ലോകത്ത് വേറെ ഉണ്ടാവില്ല. ഇവരൊരു പ്രത്യേക സർവൈലൻസിൻ്റെ ഉള്ളിലായിരിക്കും. ഇങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു ഇൻഡസ്ട്രിയെക്കുറിച്ച് കുട്ടികൾക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ലേ വിമാനം ഏത് ചെറിയ പിഞ്ചു പൈതൽ മുതൽ വന്ധ്യവയോധികൻ വരെ ആകാശം നോക്കും. വിമാനത്തെ ശബ്ദം കേട്ടാൽ എപ്പോഴും കൗതുകമുള്ള കുറച്ച് വസ്തുക്കളുണ്ട്. കടൽ, ആന, വിമാനമൊക്കെയാണ്. ആ വിമാനത്തിൽ ഒരു തവണ കയറാനുള്ള ആഗ്രഹമാണ്, അതിലൊരു ജോലി കിട്ടാൻ അതിലേറെ ആഗ്രഹമാണ്. അപ്പോൾ ആഗ്രഹമുണ്ട്, പക്ഷേ ഇവരൊരു ഹെസിറ്റേഷൻ ഉണ്ട് എല്ലാ കുട്ടികൾക്കും. പഠിച്ചു കഴിഞ്ഞാൽ അയ്യോ അത് വലിയ ഇംഗ്ലീഷൊക്കെ ആയിരിക്കണം, നല്ല ഭംഗി വേണം, നല്ല ഫെയർ ആയിരിക്കണം, ഞാനതിന് പറ്റില്ല എന്ന് പറഞ്ഞ് സ്വയം തന്നെ മോട്ടിവേഷൻ കുറച്ച് കൊണ്ടുവന്നിട്ട് അതിന് ഞാൻ പറ്റില്ല എന്ന് ആദ്യമേ തീരുമാനിച്ചു വെക്കും. ഞങ്ങളൊക്കെ കൗൺസിലിംഗ് സെഷനിൽ ഏറ്റവും അനുഭവിക്കുന്ന ഒരു ചലഞ്ച് അതാണ്. അതാദ്യം പൊട്ടിക്കണം. ഇവർക്ക് എല്ലാ യോഗ്യതകളും ഉണ്ടാവും. MA ഇംഗ്ലീഷ് റാങ്കോടുകൂടി പാസ്സായിട്ട് MPhil കഴിഞ്ഞിട്ട് ഉള്ള ആൾക്കാരൊക്കെ വരാറുണ്ട്. അവരോട് ചോദിക്കും, നിങ്ങൾ അത്യാവശ്യമൊക്കെ ഇംഗ്ലീഷൊക്കെ പറയൂലേ? നോക്കാം എന്നേ പറയുള്ളൂ. അതാണ്
ആ ഇംഗ്ലീഷ്, ആ MA ഇംഗ്ലീഷ് ഒന്നും വേണ്ട ഈ ഇംഗ്ലീഷിനെന്നേ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഇത്രത്തോളം വൈഡായിട്ടുള്ളൊരു സ്പെക്ട്രം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി വേറെ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ ഒത്തിണങ്ങുന്ന, പരസ്പരം ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ട് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു മറ്റൊരു ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ നമ്മളത് കേൾക്കാനും പഠിക്കാനും തയ്യാറാണ്. ഇത്ര വലിയ ജോബ് ഓപ്പർച്യൂണിറ്റി, ഇത്ര വലിയ ജോബ് ഓപ്പണിംഗ് ആർക്കും 10ാം ക്ലാസ്സിന് താഴെ പറയേണ്ടതില്ലല്ലോ. 10ാം ക്ലാസ് കഴിഞ്ഞാൽ എല്ലാവർക്കും, അതിൻ്റെ മുകളിലുള്ള ആൾക്കാരല്ലേ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഇത് നേരെ മറിച്ച് സർക്കാരിന് ഇവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. വേറെ ഏത് ഇൻഡസ്ട്രി, IT-ക്ക് പറ്റുമോ? IT-ക്കും പറ്റില്ല. AI മറ്റതൊക്കെ വരുന്നത് കൊണ്ട് AI ഇതിനകത്തും വരും. പക്ഷേ അതുകൊണ്ട് ഈ മനുഷ്യന്മാർ ചെയ്യേണ്ട പണികൾക്ക് കുറവൊന്നും ഉണ്ടാകുകയില്ല. 4 ലക്ഷം ജോബ് ഓപ്പർച്യൂണിറ്റി വരുന്ന 3 വർഷം കൊണ്ട് സാറിന് സിവിൽ ഏവിയേഷൻ്റെ സൈറ്റിൽ പോയി കാണാം, ഉണ്ട് എന്നാണ്. പക്ഷേ ഒരു ഏവിയേഷൻ ഇൻഡസ്ട്രി ആയതുകൊണ്ട് എല്ലാവരെയും അവർക്ക് എടുക്കാൻ കഴിയില്ല. ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ചെറിയ അറിവിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏവിയേഷൻ ഇൻഡസ്ട്രിക്കാർ, ഈ എയർലൈനുകൾ നോക്കുന്നത് കേരളീയരാണ്. കേരളീയർക്ക് പൊതുവായൊരു മടിയുണ്ട്, പക്ഷേ ടാലൻറ്റഡ് ആണ് അവർ. ഒരു തമിഴനോ ഒരു തെലുങ്കനോ അല്ലെങ്കിൽ ഒരു ബംഗാളിയോ ഒരു 2 മണിക്കൂർ കൊണ്ട് എടുക്കുന്ന ജോലി ഇവൻ്റെ ഇൻ്റലിജൻസും അവൻ്റെ എല്ലാ സ്കില്ലും ഉപയോഗിച്ച് ഒരു അരമണിക്കൂർ കൊണ്ട് ചെയ്ത് തീർത്തേക്കും. അതുകൊണ്ട് ഒരു ക്രൈസിസ് മാനേജ് ചെയ്യാൻ കേരളക്കാർ ഭയങ്കരന്മാരാണ്. അതൊക്കെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ജോബാണല്ലോ ഇത്. അതുകൊണ്ട് കേരളക്കാരെ എടുത്തിട്ടേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് കേരളക്കാർക്ക് ചാകരയാണ്, സുവർണാവസരമാണ് ഈ ഏവിയേഷൻ സെക്ടറിൽ ഈ ജോലി കിട്ടുക എന്നുള്ളത്. ഞാനിവിടെ ഒന്നും ചോദിക്കേണ്ടി വരുന്നില്ല, എല്ലാം താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബാക്ക് ടു ബാക്ക്. അല്ല, ഞാനിത് പറയാൻ വളരെ ആകാംക്ഷയുള്ള ആളും വളരെ എക്സൈറ്റഡ്. നമ്മൾ സംസാരിക്കാൻ തുടങ്ങി അന്ന് മുതൽ ഞാൻ അറിയുന്നതാണ് ഈ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ പോകുന്ന ഒരു പാഷനേറ്റ് എനർജി. ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് സാർ. കാരണം എന്താ പറഞ്ഞാൽ തൊഴിലില്ലാത്തവന് തൊഴിൽ നൽകുക, അത് ഒരു സാധാരണ തൊഴിലല്ല. ഇതിങ്ങനെ ഒരു ഗ്രോത്തോ, ഇതെന്താണിത്? ഇനി മറ്റൊരു ഓപ്പർച്യൂണിറ്റി പറയാം. എല്ലാവരും ഇപ്പോൾ എയർ ഇന്ത്യയിലും ഇൻഡിഗോയിലൊക്കെ ജോലി ചെയ്യുന്നതാണ്. അവരുടെ ലക്ഷ്യം എന്താണെന്നറിയോ? ഒരു എയർപോർട്ടിൽ, ഇപ്പോൾ ഹൈദരാബാദ് എയർപോർട്ട് എടുക്കാം. ഹൈദരാബാദ് എയർപോർട്ടിൽ ഇൻഡിഗോയ്ക്ക് മാത്രം 240 ഡിപ്പാർച്ചറാണ് പെർ ഡേ. അപ്പോൾ ഇവരുടെ തൊട്ടടുത്ത കൗണ്ടർ ബ്രിട്ടീഷ് എയർവേസിൻ്റെതാകാം, ലുഫ്താൻസ ആവാം, KLM ആവാം, അല്ലെങ്കിൽ വിസ്താരയാവാം, അല്ലെങ്കിൽ സിൽക്ക് എയർ ആവാം, എന്തോ ആവാം, സിംഗപ്പൂർ എയർലൈനൊക്കെ ആവാം, ജപ്പാൻ എയർലൈനൊക്കെ ആവാം. അപ്പോൾ ഇവർ എല്ലാവരും തമ്മിലൊരു കൺസോർഷ്യം ഉണ്ടാകും, പരസ്പരം ബന്ധമായിരിക്കും. മിനിമം 1 വർഷം നല്ല രീതിയിൽ വളരെ പെർഫോം ചെയ്ത ഒരു ഇന്ത്യൻ എയർലൈനിൽ വർക്ക് ചെയ്ത ഒരാൾക്ക് വേഗം സ്വിച്ച് ചെയ്യാൻ പറ്റും ജോബ്. ഏത് ഈ പറഞ്ഞിരിക്കുന്ന ബ്രിട്ടീഷ് എയർലൈനാണ് കിട്ടുന്നതെങ്കിൽ അവന് പൗണ്ട് സ്റ്റെർലിങ്ങിലാണ് അവന് കിട്ടുന്ന ശമ്പളം. അത് ഏകദേശം 100 രൂപ എങ്ങാണ്ട് ഒന്നിന്. യൂറോ ആണെങ്കിൽ US, പിന്നെ ഡോളർ ആണെങ്കിലും. അപ്പോൾ അവൻ്റെ ലൈഫ് സ്റ്റൈൽ എല്ലാം മാറി. ഒരു കാര്യം, ഇപ്പോൾ സാറ് ട്രെയിനിങ് ഒക്കെ എടുക്കുന്ന ആളല്ലേ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടിലോ കീശയിലോ ഒരു 10,000 കീശയിൽ ബാക്കിയുണ്ടെങ്കിൽ എന്തായിരിക്കും കോൺഫിഡൻസ്? ഞാനത് അനുഭവിക്കുന്ന ഒരാളാണ് അല്ലേ. എനിക്കൊരു മുന്നോട്ട് പോകാനുള്ളൊരു വഴി എനിക്കുണ്ട്. എന്നെ അക്കോമഡേറ്റ് ചെയ്യുന്ന, എന്നെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമാണ് ഞാൻ എന്നുള്ള അവൻ്റെ ഒരു ബോധം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏവിയേഷൻ ഇൻഡസ്ട്രിയൊക്കെ നൽകാൻ പറ്റുള്ളൂ. വേറെ ഏത് ജോബിനാണ് ഉള്ളത്? ഞാനിങ്ങനെ ആലോചിച്ച് നോക്കാറുണ്ട്. ഞാനൊരു കരിയർ ഗൈഡൻസ് ഒരു ചെറിയ രീതിയിൽ ഒരു എക്സ്പെർട്ടൈസൊക്കെ ഉള്ള ആളാണ്. ഞാൻ വർഷങ്ങളായിട്ട് ചെയ്ത ആളാണ്. ലക്ഷക്കണക്കിന് കുട്ടികളെ നേരിട്ട് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അവരെ മുന്നിൽ ഞാനിപ്പോൾ ഏവിയേഷനെ പറയുന്നുള്ളൂ. കാരണം എന്നാൽ എല്ലാ പഠനവും എല്ലാ ഗൈഡൻസും എല്ലാം എത്തുന്നത് എംപ്ലോയ്മെൻറ്റിലേക്കാണ്, തൊഴിലിലേക്കാണ്. ആ തൊഴിൽ ഇങ്ങനൊരു വൈഡ് സ്പെക്ട്രം ഉണ്ടോ നമ്മൾ അന്വേഷിക്കുക. അത് പറഞ്ഞു കൊടുക്കുന്നത് ഞങ്ങൾക്കും വലിയ സംഭവമാണ്. ഞങ്ങളുടെ തൊഴിലതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു മാഗ്നിഫിഷ്യൻറ്റ് എന്ന് തന്നെ പറയാം. വലിയൊരു തൊഴിൽ സാധ്യതയാണ് ഇതിൽ നൽകാനുള്ളത്. എല്ലാ കുട്ടികളും ഇതിലേക്ക് കടന്നു വരണം. അത് ഞങ്ങളുടെ ആയാലും ആരുടെ കൂടെ ആയാലും അവരൊക്കെ ഉൾക്കൊള്ളാനുള്ള ഒരു സ്പേസ്, ഒരു ബെറ്റർ സ്പേസ് ഏവിയേഷനിലുണ്ട്. അത് ഇവരെ സംബന്ധിച്ചോളം ഒരു ഹൈ ടൈമാണിത്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറയാം, എവാൻസോനെ കുറിച്ച് പറയാം. എവാൻസെ കുറിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. എവാൻസോ എന്നുള്ള വാക്ക് ഒരു സ്പാനിഷ് ലാറ്റിൻ ടേമാണ്. അതൊരു പ്രോഗ്രസ്, വളർച്ച, മുന്നോട്ട് കുതിപ്പ് എന്നൊക്കെ ഉള്ള വലിയ ലെവലിൽ പോകുന്നൊരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഞങ്ങളുടെ പേര് കിഡ്സ് എന്നായിരുന്നു, കോട്ടക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ്. അതിലാണ് ഞങ്ങൾ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളത്. എവാൻസോ ആയിട്ട്
ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വരുന്നേ ഉള്ളൂ. പക്ഷേ രജിസ്ട്രേഷനൊക്കെ ഇപ്പോൾ എവൻസിൻ്റെ കൂടെയാണ്. അതിലാണ് ഞങ്ങൾക്ക് മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ അപേക്ഷിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ AASSC എയറോസ്പേസ് ആൻഡ് ഏവിയേഷൻ സെക്ടർ സ്കിൽ കൗൺസിലിൻ്റെ അംഗീകാരം ഞങ്ങൾക്കുണ്ട്. അത് പറയാൻ പാടില്ലെങ്കിൽ തന്നെയും മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ, ഉള്ളവർ തന്നെ വളരെ വിരലിൽ എണ്ണാവുന്നവരും. അതാണെങ്കിൽ തന്നെ അവർ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി 100% നൽകുന്നില്ല. ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ പറയുന്നു, നിയമപരമായി നിയമവിധേയമായിട്ട് തന്നെ പറയുന്നു. ഞങ്ങളിലൂടെ ഈ SSLC മുതൽ ഡിഗ്രി വരെ കഴിഞ്ഞ കുട്ടികൾ വരികയാണെങ്കിൽ അവർക്ക് 100% പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടീഡ് ആണ്. പരസ്യം ശ്രദ്ധിക്കണം, പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് എന്ന് പറയുന്നതാണ്. ഞങ്ങൾ ഗ്യാരണ്ടീഡ് ആണ്. ഇല്ലെങ്കിൽ അവരോട് വാങ്ങിയ ഫീസ് ഞങ്ങൾ മാന്യമായി സന്തോഷത്തോടു കൂടിയിട്ട് ഒരു ചായയും കൂടി വാങ്ങിക്കൊടുത്ത് റീഫണ്ട് ചെയ്യും. റീഫണ്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, കാരണം എന്ന് പറയാനുണ്ടല്ലോ, ആ മാതിരി ട്രെയിനിങ് ഞങ്ങൾ നൽകിയിട്ട് അവർക്ക് റീഫണ്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഈ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻഡസ്ട്രി വാങ്ങാനുണ്ട്. അതാണ് ഞങ്ങളുടെ ഉറപ്പ്. ആ ട്രെയിനിങ് ഞങ്ങൾക്കറിയാം എന്താണ് നൽകേണ്ടതെന്നുള്ളത്. അങ്ങനെ നൽകുന്ന, ജോബ് എൻഷുർ ചെയ്യുന്ന, ജോബിൻ്റെ അഷുറൻസ് 100% ഗ്യാരണ്ടി നൽകുന്ന, ഇല്ലെങ്കിൽ ഫീ റീഫണ്ട് ചെയ്യുന്ന ഞങ്ങളുടെ അറിവിൽ ഞങ്ങളേ ഉള്ളൂ. അത് അഭിമാനത്തോടെ തന്നെ പറയാൻ പറ്റും. കാരണം എന്താ, ആൾക്കാരിങ്ങനെ പ്ലേസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങളുടെ മിടുക്ക് മാത്രമല്ല, ഞങ്ങൾ ആ ട്രെയിനിങ് നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കുട്ടികളുടെ മിടുക്ക്, അവരുടെ ടാലൻറ്റ് കണ്ടെത്തി അതിനെ നേർച്ചർ ചെയ്ത് അതിനെ എംപവർ ചെയ്ത് അവരെല്ലാ ബോധ്യപ്പെടുത്തലുകളും പെടുത്തിയിട്ട് HR മുന്നിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ആ HR-ന് ഇവരെ നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. HR-ന് ആവശ്യമുള്ളത് ഇവനെയാണ്, ഡിഗ്രി കഴിഞ്ഞ ആളെ അല്ല. അപ്പോൾ ഒരു കുട്ടിയുടെ ശരിക്കും ട്രാൻസ്ഫോർമേഷൻ ഏവിയേഷന് വേണ്ട രീതിയിൽ എക്സാക്ട്ലി അതാണ്. അപ്പൊ അത് മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ള കോൺഫിഡൻസ് ആണ് ഈ ജോബ് ഗ്യാരണ്ടി എന്നുള്ള. അത് എല്ലാവർക്കും ടാലന്റ് ഉണ്ട് സാറേ. അതായത് കുട്ടികളെ നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവരെന്തോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെയാണ്. ഇതിനകത്ത് കയറാനുള്ള ഒരു എൻട്രി ലെവലിലുള്ള യോഗ്യത അവർക്കുണ്ട്. അതില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എൻട്രി ലെവൽ യോഗ്യത SSLC മുതലുള്ള ആൾക്കാർക്കുണ്ട്. അവരെ നമ്മൾ ഒരു നന്നായിട്ട് പിക്ക് ചെയ്യുന്നു. അവർക്കില്ലാത്ത ടാലൻറ്റ് ഓൾറെഡി ഉണ്ട്, ഇല്ലാത്ത സ്കിൽ ഞങ്ങൾ നൽകുന്നു, ഉള്ളതിനെ എംപവർ ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. മാജിക് ഒന്നും തന്നെയല്ല, ഇതൊരു മാജിക് അല്ല. ഇതിൻ്റെ ഉള്ളിലൊരു സീക്രട്ടും ഇല്ല. കാരണം നല്ല രീതിയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള, നല്ല രീതിയിൽ ടാലൻറ്റഡ് ആയിട്ടുള്ള ഏത് കുട്ടിക്കും ഏവിയേഷനിൽ സ്ഥാനമുണ്ട്. അവർക്ക് അവരുടേതായ ഒരു ബെറ്റർ പ്ലേസ് ഉണ്ട്, ബെറ്റർ പ്ലേസ്മെൻറ്റും ഉണ്ട്. പക്ഷേ ഈ കുട്ടികൾ എടുക്കുന്ന സമയത്ത് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് കാണത്തില്ലേ? കാണും. അതിനകത്ത് എന്തൊക്കെയാണ് നോക്കുന്നത്? അല്ല, അതിനകത്ത് ഞങ്ങൾ നോക്കുന്നത് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ഒരാളാണ്, ഏവിയേഷൻ സെക്യൂരിറ്റി ഓഫീസറാണ്. ഞങ്ങൾ ആദ്യം നോക്കുന്നത് ഞങ്ങളുടെ രീതിയിൽ അവയർനെസ് വെബിനാറിലൂടെയും സെമിനാറിലൂടെയും പരസ്യങ്ങളിലൂടെയും ലെക്ചറിലൂടെയും ഞങ്ങൾ നൽകും. അപ്പോൾ അത് കണ്ടിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് കുട്ടി വരും. കുട്ടികളെ ആദ്യം തന്നെ ആ ഫീസ് എത്രയാണ്, കാര്യങ്ങൾ വോയിസ് ഓവറിൽ പറഞ്ഞു തരാൻ പറ്റുമോ, ഫോണിലൂടെ ഇതൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. കൃത്യമായിട്ട് പറയേണ്ടതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവരെ നേരിട്ട് ഞങ്ങൾ കാണണം. ഇതാണ് ഞങ്ങളുടെ ഒരു പ്രൊസീജിയർ. നേരിട്ട് കാണാതെ ആരും തന്നെ ഞങ്ങൾ എടുക്കുന്നില്ല. കാരണം ഈ കുട്ടിയോട് ഞങ്ങൾ കാശ് ഫീ വാങ്ങുന്നുണ്ട്, റീഫണ്ട് ചെയ്യണ്ടേ? അതാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ കുട്ടിക്ക് ഓൾറെഡി ഇൻബോൺ ആയിട്ടോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് കുട്ടിയുടെ ടാലൻറ്റിനെ ഞങ്ങൾക്കൊന്ന് റിയലൈസ് ചെയ്യണം. അത് ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് സ്ഫുടമായിട്ട് സംസാരിക്കണം യാതൊരു നിർബന്ധവുമില്ല. അവനൊരു നല്ലൊരു മനസ്സുണ്ടോ, നല്ലൊരു മുഖമുണ്ടോ, അവൻ ചിരിക്കുന്നുണ്ടോ, ഇവനെ വളർത്തിയാൽ നന്നാകുമോ എന്ന് ഞങ്ങൾ മനസ്സിലാക്കും. അതിന് ആറ്റിറ്റ്യൂഡുണ്ടോ എങ്കിൽ 50% ജോലി കഴിഞ്ഞു. ഇവൻ്റെ ഫെയർനെസ് ഞങ്ങൾക്ക് വിഷയമല്ല. ഞങ്ങൾക്ക് വിഷയമൊന്നല്ല, എയർലൈന് വിഷയമല്ല. വലിയൊരു തെറ്റിദ്ധാരണയാണിത്. അപ്പോൾ അത് നോക്കിയാൽ പിന്നെ ഇവന് നിയമപരമായിട്ട് ഇതിന് അർഹതയുണ്ടെന്നുള്ളതാണ്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ വ്യാജ സർട്ടിഫിക്കറ്റുകളുടെ വിഷയമൊക്കെ വന്നത്. അത് കൃത്യമായിട്ട് SSLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, ഡിഗ്രിയാണ് ഉദാഹരണം പറയുന്നത്, സർട്ടിഫിക്കറ്റ്, അവന് പാൻ കാർഡുണ്ടോ, അവന് ആധാർ കാർഡുണ്ടോ, അവന് പാസ്പോർട്ടുണ്ടോ, പാസ്പോർട്ട് പ്രത്യേക പരിധിയുടെ മുമ്പ് എടുത്തതാണെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. ഡയറക്റ്റ് ജോബിലേക്കാണ്. ഇവന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ, ഇവന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവൻ്റെ പേരിൽ ചെക്ക് ഇഷ്യൂ ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ഇതെല്ലാം ഞങ്ങൾക്ക് നേരിട്ട് കാണണം. ഇതിലുള്ള ഒരു തമാശ, ഒരു കരയിപ്പിക്കുന്ന തമാശ എന്ന് പറയുന്നത് 100 പേര് വന്നു കഴിഞ്ഞാൽ ഒരു 10 പേരെങ്കിലും ഞങ്ങളുടെ അറിവിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ആയിരിക്കും. പറയാറുണ്ടോ? അല്ല, അവർ പറയില്ല. ഞങ്ങൾ മോനെ ഇത് പറ്റില്ല. കാരണം ഇന്ന് ഞങ്ങൾ ഇതിനെ സാങ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു എയർപോർട്ട് അതോറിറ്റി, ഇതിൻ്റെ എയർലൈൻ അത് വെരിഫൈ ചെയ്യുന്നുണ്ട്. ആ വെരിഫിക്കേഷനിൽ നീ പിടിക്കപ്പെടും.
അവർ അത്ര മോശക്കാരല്ല. പിടിച്ചു കഴിഞ്ഞാൽ നീ ഉള്ളിലാകും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുഖേന അങ്ങനെയൊന്നും പോകണ്ടല്ലോ. ധാരാളം പേര് ഏതൊക്കെ രസകരമായ പേരുകളിൽ യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യയിലുണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഞങ്ങൾ നോക്കും. പിന്നെ ഇവരുടെ പേരിൻ്റെ മിസ്മാച്ച്, സ്പെല്ലിംഗ് മിസ്മാച്ച്, അതായത് SSLC സർട്ടിഫിക്കറ്റ് മുതൽ എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റിലും അത് ഞങ്ങൾ പരിശോധിക്കും. പിന്നെ ചില ആൾക്കാർ സാർ എന്തിനാണ് എൻ്റെ പേരിൽ ഒരു ക്യാൻസൽഡ് ചെക്ക് വേണമെന്ന് പറയുന്നത്? അതിന് എന്തോന്ന് വിചാരിക്കും. എന്താ അറിയാമോ, ഉദാഹരണത്തിന് നമുക്ക് എല്ലാ സാധനവും ഇപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടും. ഉദാഹരണം കുട്ടികളോട് പറയുന്ന രീതിയാണിത്. ഇൻസ്റ്റാൾമെൻറ്റ് ഒരു ഐഫോൺ ഇൻസ്റ്റാൾമെൻറ്റ് വാങ്ങി 1.5 ലക്ഷം രൂപ, ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് ഒരു 50,000 കൊടുത്തിട്ട് ബാക്കി ഇൻസ്റ്റാൾമെൻ്റ് ആയിരിക്കും. ഇവന് ഉള്ളത് കൊണ്ടോ ഇല്ലാത്തത് കൊണ്ടോ ഇത് അടക്കില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവൻ്റെ സിബിൽ സ്കോർ താഴോട്ട് വരും. സിബിൽ സ്കോർ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഇവർ നോക്കി നിൽക്കുന്നത്. സിബിൽ സ്കോർ താഴോട്ടുള്ള ഒരാളെ എടുക്കില്ല. കാരണം ഇവൻ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഉള്ള ആളല്ല, അവൻ നമുക്ക് പറ്റില്ല. പോലീസ് ക്ലിയറൻസ് എന്തിനാണ്? ഇവൻ ഒരു ക്രൈമിനും പെടാത്ത ആളായിരിക്കണം. ഇങ്ങനെയുള്ള നിയമപരമായിട്ടുള്ള സുരക്ഷ അവരെ സംബന്ധിച്ചോളം നമ്മളെ സംബന്ധിച്ചോളം എടുത്ത് ട്രെയിൻ ചെയ്ത് കൊടുത്ത ഒരാളെ HR ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റില്ല. എന്താ കാര്യം അറിയാമോ? HR എടുക്കുന്ന കുറേ പണിയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി മനസ്സിലാക്കണം. ഇത് എന്തിനായി ട്രെയിനിങ് എന്നൊക്കെ ചോദിക്കും ചില ആൾക്കാർ. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇൻഡിഗോ അല്ലെങ്കിൽ എയർ ഇന്ത്യ പോലുള്ള വലിയ കമ്പനികൾ ഒരു വാക്ക് ഇൻ ഇൻ്റർവ്യൂ കൊച്ചിയിൽ വെച്ച് നടന്നു വിചാരിച്ചോളൂ. ഒരു 10,000-ലധികം ആൾ ഉറപ്പായിട്ട് വരും. റോ ആയിട്ടുള്ള ഡിഗ്രിക്കാരാണ് വന്നിരിക്കുന്നത്. ഇവർക്ക് എങ്ങനെ ഇവരെ പിക്ക് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് അതിൽ നിന്ന് അവർക്ക് തോന്നുന്ന ഒരു 5-6 ആൾക്കാരെ എടുക്കുന്നു, ബാക്കി ആർക്കും ഇത് കിട്ടില്ല. എന്താ കാരണം? അങ്ങനെയുള്ള ഒരാൾ എടുത്തിട്ട് വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് വെക്കാൻ പറ്റില്ല. ഞങ്ങളെ സംബന്ധിച്ചോ ഞങ്ങൾ എന്തുകൊണ്ടാണ് അഷുറൻസ് പറയുന്നതിൻ്റെ നിയമപരമായിട്ടുള്ള ഒരു ഉത്തരവും കൂടിയാണിത്. ഈ മോഡൽ ആൾക്കാരെ അവർക്ക് എടുത്തേ മതിയാകൂ, ഇല്ലെങ്കിൽ അവർക്ക് ആ എംപ്ലോയി കിട്ടില്ല. എംപ്ലോയി കിട്ടിയിട്ടില്ലെങ്കിൽ അവരുടെ എയർലൈൻ വർക്ക് ചെയ്യില്ല. അല്ലാണ്ട് ഇതൊരു മാജിക് അല്ല സാറേ. അത് കഴിവുള്ള ഒരാളെ, കഴിവുണ്ടാക്കാൻ പറ്റുന്ന ഒരാളെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരാളെ കണ്ടെത്തി കഴിഞ്ഞാൽ അവന് റീഫണ്ട് കൊടുക്കണ്ട. എവിടെയാണ് സ്ഥാപനം? സ്ഥാപനം ഞങ്ങൾക്ക് മലപ്പുറം ജില്ലയിലെ കോട്ടക്കലുണ്ട്, കോഴിക്കോടുണ്ട്, കൊയിലാണ്ടിയുണ്ട്, വടകരയുണ്ട്, കണ്ണൂരുണ്ട്, പയ്യന്നൂരുണ്ട്, ബോംബെയിലുണ്ട്, കോയമ്പത്തൂരുണ്ട്. അങ്ങനെ കുറേ സ്ഥലത്തുണ്ട്. അതിന് കൂടി വരുന്നുണ്ട്. കാരണം ഒരു മാസത്തിൽ നല്ല നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് പ്ലേസ്ഡ് ആവുന്നുണ്ട്. ഫ്രാഞ്ചൈസി ആണോ? ഫ്രാഞ്ചൈസി ഇല്ല, കൊടുത്തിട്ടില്ല. ഡയറക്റ്റ് ഓപ്പറേഷൻ? ഡയറക്റ്റ് തന്നെയാണ്. പിന്നെ ഇപ്പോൾ സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബാംഗ്ലൂർ ഒരു കുട്ടി BBAയുടെ കൂടെ ഏവിയേഷൻ കണ്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് ഞങ്ങൾ തന്നെ ഒരു ട്രെൻഡ് ഉണ്ടാക്കിയിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സെൽഫ് ഫൈനാൻസിങ് കോളേജിൻ്റെ ആൾക്കാരോട് സംസാരിക്കും. നിങ്ങളേതായാലും BBA നൽകുന്നുണ്ടല്ലോ, ഏവിയേഷൻ ഞങ്ങളങ്ങ് നൽകാം. ഒരു കോളേജിൽ ഒരു ഡിഗ്രിക്ക് അവസാന വർഷം പഠിക്കുന്ന 400-500 കുട്ടികളുണ്ടാവും. അവർക്കിത് വേണ്ടാന്ന്, ജോബ് വേണ്ടാന്ന് പറയാനുള്ള മണ്ടത്തിൽ അവർ കാണിക്കില്ലല്ലോ. അവർ കാണിച്ചാൽ തന്നെ മാനേജ്മെൻറ്റ് സമ്മതിക്കുമോ? ഇല്ല. മനസ്സിലായില്ലേ? അപ്പോൾ അവർക്കും ഇതൊരു താങ്ങാണ്. സെൽഫ് ഫൈനാൻസിങ് കോളേജിൻ്റെ കഥ അറിയാം. കുറച്ച് ആൾക്കാർ മാത്രമേ മികച്ച നിലവാരത്തിൽ സാമ്പത്തിക ഭദ്രതയിലൂടെ പോകുന്നുള്ളൂ. ബാക്കിയൊക്കെ കുറച്ച് വിഷമത്തിലാണ്. അവർക്കൊക്കെ ഇത് പോകാം. ഞങ്ങൾ തന്നെ BBA BCom പോലെയുള്ള ഓൺലൈൻ ഡിഗ്രി നൽകുന്നുണ്ട്, UGC അംഗീകരിച്ച. അതിൻ്റെ കൂടെ ഡിപ്ലോമ വെച്ച് കൊടുക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോട്ട് കേക്ക്. അതാണ് +2 കഴിഞ്ഞവരെ ഞാൻ വീണ്ടും പറയുന്നു, +2 കഴിഞ്ഞ ഒരു കുട്ടി 1 വർഷത്തെ ഡിപ്ലോമയ്ക്ക് വേണ്ടി പഠിക്കുന്നു. അതിൻ്റെ കൂടെ അവൻ ഡിഗ്രിക്ക് വേണ്ടി ജോയിൻ ചെയ്യുന്നു ഓൺലൈനായിട്ട്. ഞങ്ങളുടെ സഹായത്തോടു കൂടി തന്നെ അവൻ സാധാരണഗതിയിൽ ഇപ്പോൾ ഇങ്ങനെ പറയാം, 2 കുട്ടികൾ, അതിൽ ഒരു കുട്ടി +2 കഴിഞ്ഞിട്ട് ഡിപ്ലോമയ്ക്ക് വരുന്നു, ഓൺലൈൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നു. മറ്റൊരു കുട്ടി എന്ത് ഡിപ്ലോമ, എനിക്കൊന്നും വേണ്ട, 25-ാമത്തെ വയസ്സിൽ ജോലി മതി എന്ന് പറഞ്ഞിട്ട് ഡിഗ്രിക്ക് പോകുന്നു. ഈ രണ്ടാമത്തെ കുട്ടി, ഡിഗ്രിക്ക് പോയ കുട്ടി 21-ാമത്തെ വയസ്സിൽ PGക്ക് പോകും. മറ്റേ ചങ്ങാതിയോ? ഇത് പാരൻറ്റിന് പെട്ടെന്ന് മനസ്സിലാവും, കുട്ടിയൊക്കെ ഇത് മനസ്സിലാവില്ല. എന്താ അറിയോ, 17-18 വയസ്സിൽ എനിക്കെന്തിനാ ശമ്പളം, എനിക്കെന്ത് കുടുംബ ചുറ്റുപാട്, അതച്ഛൻ ചെയ്യില്ലേ, അല്ലെ അത് എൻ്റെ പാരൻറ്റ് നോക്കൂല്ലോ എന്നുള്ളതാണ്. ഡിഗ്രി കഴിഞ്ഞ ആളുടെ സമയത്തോളം ജോബ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനുള്ളിൽ ആ മനഃശാസ്ത്രം കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ 2 മനഃശാസ്ത്രത്തെയും ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ബ്ലെൻഡ് ചെയ്യുന്നു. നിങ്ങൾ ഡിഗ്രി പഠിക്കണം, അത് ഓൺലൈനായിട്ട് പഠിച്ചോളൂ. ഈ ഡിപ്ലോമയ്ക്കും ചേർന്നോ, ഈ ഡിപ്ലോമയ്ക്കും കൂടി നിങ്ങൾ വന്നോ. അപ്പോൾ 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഏവിയേഷനിൽ ജോലിയായി. ഡിഗ്രി ഫിനിഷ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് 21-22 വയസ്സാകും. ആ സമയത്ത് എയർപോർട്ടിൽ മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവും. 1 ലാഖിൻ്റെ മുകളിൽ നിങ്ങൾ സാലറിയും വാങ്ങുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് സ്വിച്ച് ചെയ്തിട്ട് വിദേശ എയർലൈനിലും മറ്റുമായിരിക്കും. ഡിഗ്രി ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. മറ്റവൻ്റെ കഥയോ ഇതാണ്. ഇത് ഇപ്പം പാരൻറ്റിനും മനസ്സിലാകും, കുട്ടിക്ക് ഒരു പരിധി വരെ മനസ്സിലാവും.
100% ഡിഗ്രി കഴിഞ്ഞവർക്ക് എന്തായാലും മനസ്സിലാവും. കാരണം എൻ്റെ 3 കൊല്ലം പോയല്ലോ, ഇപ്പം 4 വർഷം ആ ഡിഗ്രി, അതുകൊണ്ട് ആ കുട്ടി ഇപ്പം 3 വർഷം കൊണ്ട് ഡിഗ്രി നിർത്തും, ഓണേഴ്സ് വേണ്ടാന്ന് പറയും. കാരണം തന്നെ സഹിക്കാൻ കഴിയില്ല മാഷേ. ഇതെന്തിനാണെന്ന് കുട്ടിക്ക് അതിൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ മനസ്സിലായിട്ടില്ല, ഞാനിതിനെ പഠിക്കുന്നുള്ളത്. അതുകൊണ്ട് പി ജിയിലൊന്നും ഇല്ല. ഇപ്പോൾ നിങ്ങൾ സെൽഫ് ഫൈനാൻസിങ് കോളേജുകളും ഉള്ള ഒന്നും വേണ്ട, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള ഞാൻ ഡാറ്റ തന്നെ പറയാം, 10,000 സീറ്റ് വേക്കൻ്റ് ആണ്. കുട്ടികളില്ല, സയൻസ് വിഷയങ്ങൾക്ക് പോലും ഇല്ല. എത്ര ബിടെക് കോളേജുകൾക്കാണ് ഇല്ലാത്തത്? ബിടെക് എൻട്രൻസിൻ്റെ അടിസ്ഥാനത്തിൽ നിയമനം നൽകുന്ന, ഗവൺമെൻറ് നിയമപ്രകാരം നിയമനം നൽകിക്കൊണ്ടിരിക്കുന്ന ബിടെക് എന്ന് പറഞ്ഞ എഞ്ചിനീയറിംഗ് മേഖലയിൽ കുട്ടികളെ കിട്ടാത്തതുകൊണ്ട് സ്പെഷ്യൽ ലോ ഇറക്കിയിട്ട് +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ബിടെക്കിന് എൻട്രി ചെയ്യാവുന്ന ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ട് അതിനും കുട്ടികളില്ല. ഇതാണ് കഥ. ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു ചങ്ങാതിക്ക് അവന് മെക്കാനിക്സ് അറിഞ്ഞൂടാ, അവന് യന്ത്രങ്ങളുടെ പ്രവർത്തനം പോളിടെക്നിക് ഒന്നും പഠിക്കാത്തതുകൊണ്ട് അവൻ അറിയില്ല. എംപ്ലോയബിൾ അല്ല. ആ എംപ്ലോയബിൾ ആക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മളെ കേരളക്കാർ മറ്റാരെയും എല്ലാവരെയും പിന്നിലായിക്കൊണ്ട് തന്നെ പോകും. ഇപ്പോഴും സാർക്ക് പുറത്തൊക്കെ പോകുന്നവർ നോക്കിയാൽ മതി, മിക്കവാറും സ്റ്റാഫ് എയർപോർട്ടിൽ മലയാളികളായിരിക്കും. എനിക്ക് കൂടുതൽ ചോദിക്കാനൊന്നുമില്ല, കാരണം നമ്മൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു. അതാ ഇൻഡസ്ട്രിയിൽ നടത്തിയ റിസർച്ചും റിയാലിറ്റിയും അതിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇൻസൈറ്റ്സും ഇതെല്ലാം കാണുമ്പോൾ തന്നെ ക്ലിയർ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏവിയേഷൻ മേഖലയിൽ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി പല കോളേജുകളും സ്ട്രഗിൾ ചെയ്യാണ്. അതോടൊപ്പം തന്നെ അവിടെ പഠിച്ച പല കുട്ടികളും ജോബിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യാണ്. പഠിച്ചിറങ്ങിയെങ്കിലും ജോബിന് വേണ്ടി സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത കോഴ്സ് പഠിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ എല്ലാവർക്കും. അപ്പോൾ ആ ഡിഗ്രി പഠിക്കാൻ വേണ്ടിയിട്ട് 3-4 വർഷം കളഞ്ഞത് എന്തിന് എന്ന് ചോദിച്ച് പലർക്കും ഉത്തരമില്ല. അതേസമയം ആ ഒരു ടൈമിൽ എംപ്ലോയബിൾ ആയിട്ടുള്ള, ഇപ്പോൾ ഞാൻ 17ാമത്തെ വയസ്സിലാണ് എനിക്ക് ജോലി കിട്ടുന്നത്, 18ാമത്തെ വയസ്സിൽ എനിക്ക് ശമ്പളം കയ്യിൽ കിട്ടി തുടങ്ങി. അപ്പോൾ പക്ഷെ ഞാൻ 25 വയസ്സിൽ ലീവിന് വരുമ്പോഴും ജോലി കിട്ടാതെ പഠിപ്പുമായിട്ട് മുന്നോട്ട് പോകുന്ന എൻ്റെ ക്ലാസ്മേറ്റ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്ക് ലൈഫിൽ ടേക്ക് ഓഫ് തരുന്ന ഡിഫറെൻറ്റ് ലെവലിലേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് ഞാനും മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിത് കേട്ട നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുണ്ട്. ഒരു കാര്യം സാറിൻ്റെ ആ ചോദ്യമാണ് എനിക്ക് ലീഡ് കിട്ടിയത്. അതായത് കഴിഞ്ഞ ആഴ്ച ഞങ്ങളൊരു മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെൽഫ് ഫൈനാൻസിങ് കോളേജിൽ പോയി. അതിൻ്റെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരാളാണ്. ഞങ്ങൾ പോയത് മറ്റൊന്നുമല്ല, ആ കോളേജിൽ പഠിച്ച 2 കുട്ടികളെ ഞങ്ങൾ പ്ലേസ് ചെയ്തു. ആ കോളേജിൽ പഠിച്ചത് ഞങ്ങൾക്ക് അറിഞ്ഞിരുന്നില്ല, പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എന്താ, അവരുടെ മുന്നിൽ മറ്റൊരു തെളിവ് ആവശ്യമില്ല. ആ കുട്ടികളുടെ റെഫറൻസിൽ ഞങ്ങൾ മാനേജ്മെൻറ്റ് ഈ പ്രിൻസിപ്പളെയും ജോയിൻറ്റ് വൈസ് പ്രിൻസിപ്പളെ പോയിട്ട് കണ്ടു. സാധാരണഗതിയിൽ ഒരു പ്രിൻസിപ്പൾ അടുത്ത് പോകുമ്പോൾ നിൽക്ക്, വെയിറ്റ് ചെയ്യും, ഭയങ്കര വെൽക്കമാണ്, ഭയങ്കര സ്വാഗതമാണ്. ഞങ്ങൾ എന്താണോ അങ്ങോട്ട് പറയേണ്ടത് അത് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ അല്പം ലേറ്റായിപ്പോയി, ഈ BBയുടെ കൂടെ ആഡ് ഓൺ ആയിട്ട് നിങ്ങൾക്ക് ഏവിയേഷൻ നൽകിക്കൂടെ ഇവിടെ? സാറേ അത് ഇപ്പോഴും നൽകാവുന്നതാണ്. അത് ആദ്യമേ പറയണ്ടേ, നല്ല കുട്ടികളുടെ അഡ്മിഷൻ കൂടുള്ളൂ. അവർക്ക് അഡ്മിഷൻ കുറവൊന്നുമില്ല കേട്ടോ, നല്ല കോളേജാണ് കോഴിക്കോടുള്ള. അപ്പം ഞങ്ങൾ പറഞ്ഞു അതെന്തായാലും ചെയ്യാം. അപ്പോൾ ഞങ്ങളൊരു പ്രപ്പോസൽ അങ്ങോട്ട് വെച്ചു. ഓൾറെഡി ഇവിടെ ഡിഗ്രി പഠിക്കുന്നവരുണ്ടല്ലോ, ആ എണ്ണം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും, അത്രത്തോളം ഉണ്ട്. ആ ഡിഗ്രി പഠിക്കുന്ന കുട്ടികളോടും പേരൻറ്റിനോടും നമ്മൾ ഇങ്ങനെ പറയുന്നു. ഇതെല്ലാവരും ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. ഈ സെൽഫ് ഫൈനാൻസ് കോളേജിൽ പഠിക്കുന്നവരും അതിൻ്റെ മാനേജ്മെൻറ്റും ഞങ്ങളതിന് തയ്യാറാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഡിഗ്രിക്ക് അവസാന വർഷം പഠിച്ചുകൊണ്ടിരിക്കുക. അവസാന വർഷം ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ മുന്നിലും കോളേജ് അധികാരികളുടെ മുന്നിലും പേരൻ്റെ മുന്നിലും ഒരു ചോദ്യം തന്നെയുണ്ട്, ഡിഗ്രി കഴിഞ്ഞിട്ട് ഇനി എന്ത് എന്നുള്ളത്. അപ്പോൾ അവർക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു മാസവും പോലും ചിലവാക്കാത്ത രീതിയിൽ ഡിഗ്രിയുടെ അവരുടെ ഫൈനൽ ഇയർ കോഴ്സിൻ്റെ കൂടെ ഞങ്ങൾ ഏവിയേഷനും കൂടിയും ബ്ലെൻഡ് ചെയ്യും കോളേജിൻ്റെ സമ്മതത്തോട് കൂടിയിട്ട്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞാൽ അവർക്ക് പ്ലേസ്മെൻറ്റ്. ഇതെത്ര ഫാസ്റ്റാണിത്! ഇത് പ്ലേസ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാരണമാണ്, അത്രക്കും ഒഴിവാണ്. അങ്ങനെയാണെങ്കിൽ അത് ചെയ്തുകൂടെ എന്നാണ്. 3ാമത്തെ ചോദ്യം, കുറേ കുട്ടികൾ ഇവിടുന്ന് കഴിഞ്ഞു പോയ കുട്ടികളാണല്ലോ നിങ്ങളിപ്പോൾ 2 ആളെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ പുറത്തില്ലേ, അവർക്ക് വേണ്ടി നിങ്ങൾക്കൊരു എംപ്ലോയ്മെൻറ്റ് ഡെസ്ക്, ഒരു പ്ലേസ്മെൻറ്റ് ഡെസ്ക് ഇവിടെ തുടങ്ങാൻ പറ്റുമെന്നാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടുന്ന് പോയ അലുമിനീസിൻ്റെ ഒരു ഡാറ്റ അവർ തന്നെ മാനേജ് ചെയ്യും, നമ്മൾക്കത് പ്ലേസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഡിഗ്രി ഉള്ളവർ തന്നെയാണ്. അടുത്ത വർഷത്തെ ആ കോളേജിൻ്റെ പരസ്യത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിലൊരു എന്താ ഞാൻ നേരത്തെ ഒരു ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സക്സസ് ആണ് ഇവിടെ. അത് നടത്തുന്ന ഞങ്ങൾ മാത്രമല്ല വിജയിക്കുന്നത്,
ഇതിൻ്റെ കൂടെ സ്റ്റേക്ക് ഹോൾഡർ ആയിട്ടുള്ള എല്ലാവരും ഒരേപോലെ വിജയിക്കും. ഒരു ഡൗട്ടില്ല. ഇതെല്ലാം കാണുന്നതിനുള്ള സന്തോഷമാണുള്ളത്. എന്നെ കേൾക്കുന്ന പേരൻസ്, എന്നെ കേൾക്കുന്ന സെൽഫ് ഫൈനാൻസ് കോളേജിൻ്റെ അധികാരികൾ, എന്നെ കേൾക്കുന്ന കുട്ടികൾ, സ്റ്റുഡൻസ്, നിങ്ങൾക്ക് നല്ലൊരു വഴിയുണ്ട്. ആ വഴിയിലോട്ട് വരൂ. എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും അവിടെ സ്ഥാനവുമുണ്ട്. അപ്പോൾ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത് അവാൻസോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിസ്റ്റർ ഫിറോസ് തിക്കോടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, ഏവിയേഷൻ മേഖലയിലെ ഓപ്പണിങ്സ്, അതുപോലെ ഒരു പാരന്റ് മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ, ഒരു കുട്ടി ആ വിലപ്പെട്ട ഒരു 5 വർഷം, നമ്മുടെ 10-12 കഴിഞ്ഞിട്ടുള്ള 5 വർഷം ഇതെങ്ങനെ പ്ലാൻ ചെയ്യണം, അതിലെന്ത് മാറ്റം കൊണ്ടുവരാം, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ, അല്ലെങ്കിൽ ഏവിയേഷൻ മേഖലയിൽ നിങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അവരുമായിട്ട് ബന്ധപ്പെടാം. അപ്പോൾ എന്തായാലും ഇനി കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ചലഞ്ചായിട്ട് കാണണ്ട. ബിക്കോസ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻസ് വളരെ ബേസിക് ആയിട്ടുള്ള ഈ ക്വാളിഫിക്കേഷൻസ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു വളരെ വലിയൊരു ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയുടെ ഭാഗമാകാൻ സാധിക്കും. പിന്നെ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ജോലിയുള്ള ഒരാളെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു പിക്ചർ ഉണ്ട്. ആ ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഐ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. നമ്പർ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത പോഡ്കാസ്റ്റിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.